ഓം ഗുരുചരണം ശരണം. എല്ലാവർക്കും നമസ്കാരം. ഉഷാറല്ലേ? കൂടുതൽ സമയം പ്രസംഗിക്കുമെന്ന് സംശയമുള്ളതുകൊണ്ടാണ് മുഖം വാടിയത്. അധികം പറയില്ല, 2 മണിക്കൂറേ പറയും. വിനസേട്ടാ അതുപോലെ ഇല്ലെങ്കിൽ വാക്കൗട്ട് ഉണ്ടാവും. ബാക്കി നോക്കാം നമുക്ക്. ഏതായാലും നമ്മുടെ ഈ മഹത്തായ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പഴയകാല സുഹൃത്തും മുൻ യൂണിയൻ പ്രസിഡന്റും സർവോപരി ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ സജീവമായി ഊർജ്ജസ്വലനായി ഓടി നടക്കുന്ന ചെറുപ്പക്കാരൻ ബഹുമാനായ ശ്രീധരേട്ടന്, അതുപോലെ തന്നെ ഈ സമ്മേളനം ഭദ്രദീപം തെളിയിച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ രക്ഷാധികാരി, എല്ലാവരുടെയും പ്രിയപ്പെട്ട ബഹുമാനായ വാസുവേട്ടൻ, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട മോഹൻ മാഷ്, അതുപോലെ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട സുഗതൻ സാറ്, ഇനി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുന്ദരൻ അവറുകൾ, ശ്രീമതി രമണി, സുരേന്ദ്രബാബു, കെ അശോകൻ അവറുകൾ, ചന്ദ്രൻ ടി, ശ്രീമതി പ്രസീത, ബാക്കി നിങ്ങളുടെ പേര് അറിയില്ല, ഇപ്പൊ എങ്ങനെ പറയാം. ഏതായാലും ഇന്ന് ഈ പരിപാടിയിൽ മുഖ്യ ആകർഷണം, മുഖ്യാതിഥികൾ എന്ന് പറയുന്നത് സമ്മാനം വാങ്ങാനിരിക്കുന്ന കുട്ടികളാണ്. ശരിയല്ലേ? നിങ്ങളാരുമല്ല. അവരെ കാത്താണ് ഈ മനോഹരമായ സമ്മാനം. അത് സമ്മാനത്തിന് പൈസ കൊണ്ട് അളന്നാൽ ചെറിയ പൈസയാണ്, പക്ഷെ അതിന്റെ മൂല്യം വലുതാണ്. അല്ലേ കുട്ടി? അത്ര. അപ്പൊ അങ്ങനെ ഈ നാടിന്റെ ഇന്ന പ്രദേശത്തെ നമ്മുടെ ശ്രീനാരായണരായിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിന്റെ, ആദരവിന്റെ സമ്മാനം ഏറ്റുവാങ്ങാനിരിക്കുന്ന ഈ നാട്ടിൽ വളരെ പരീക്ഷകൾക്കൊക്കെ നല്ല മാർക്ക് വാങ്ങി വിജയിച്ച, നിങ്ങളൊക്കെ സമ്മാനം വാങ്ങാനുള്ളവരാണോ? അങ്ങനെയുള്ള പ്രതിഭകളായിട്ടുള്ള കുട്ടികൾ, ഈ പഠിച്ചു ജയിച്ചവരല്ലാതെ വേറെ എന്തെങ്കിലും കഴിവിന് സമ്മാനം വാങ്ങാൻ വന്നിട്ടുണ്ടോ? അല്ല, ജനപ്രതിനിധികളല്ലാതെ കുട്ടികളിൽ ഏതെങ്കിലും വേറെ PSC പരീക്ഷ എഴുതി ജോലി വാങ്ങിയവരുണ്ട്, ഡോക്ടറായവരുണ്ട്, ഡോക്ടർ പോയി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാ മേഖലകളിലുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട്. SSLC-കാരുണ്ടോ? +2 ആയില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പൊ പ്രധാന ഇനം അതാണ് അല്ലേ? കുടുംബസംഗമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് ഇതല്ലേ അല്ലേ? കുട്ടികളാണല്ലോ പ്രധാനം. അവരെ കുറിച്ചല്ലേ പറയേണ്ടത്? നിങ്ങളെ കുറിച്ചാണോ? കുട്ടികളെ കുറിച്ച് പറയാല്ലേ? നിങ്ങളുടെ കുട്ടികൾ തന്നെ. അപ്പൊ ഏതായാലും വളരെ സന്തോഷകരമായ ഒത്തുചേരൽ. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തുന്നത്. കുറെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ആദ്യമധികം നിങ്ങളെ എല്ലാവരെയും അങ്ങേയറ്റം അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ കൂടി ക്ഷണിക്കാൻ കാണിച്ച സന്മനസ്സിനും പ്രത്യേകമായ നന്ദി ആദ്യം പറയുന്നു. ഏതായാലും ഇവിടെ പ്രധാനം എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണ്. കുട്ടികളോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ നല്ല നിലയിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന് ആദരിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് ഒരു സംശയം. ആർക്ക് ഉത്തരം പറഞ്ഞു തരാൻ പറ്റും? കുട്ടികൾ പറഞ്ഞു തരാമോ? SSLC A+ വാങ്ങിയാൽ നല്ല ഫ്ലക്സ് ബോർഡൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നാട് നീളെ കെട്ടി അഭിവാദ്യങ്ങൾ. പഞ്ചായത്ത് അവരെ ആദരിക്കുന്നു, ജനപ്രതിനിധികൾ വേറെ വിളിച്ച് ആദരിക്കുന്നു, സംഘടനകൾ ആദരിക്കുന്നു, SNDP യോഗം ആദരിക്കുന്നു, ക്ലബ്ബുകൾ ആദരിക്കുന്നു. എന്താ പിന്നെ ഒരു കഥ? എന്താണ് ഇത്ര കാര്യം? നിങ്ങളെന്താ ഇത്ര വലിയ ആളുകളായത്? +2 ആയാലും അങ്ങനെ തന്നെയല്ലേ? എന്തായിരിക്കും അതിന്റെ കാര്യം? രക്ഷിതാക്കൾക്കും ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇത്ര നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന, മാതൃകയായി മാറുന്ന കുട്ടികളെ എല്ലാവരും ഓടിച്ചു പിടിച്ച് ആദരിക്കുന്നത്? എന്താണ് ഇവരുടെ മികവിന്റെ ആ പ്രത്യേകത? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് അറിയാവുന്നതുകൊണ്ടാണ് ഈ പരിപാടിയോട് വെച്ചതല്ലേ? അത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അത് ഞങ്ങൾക്ക് അറിയാതെ. കുട്ടികൾക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്? ഇല്ലേ? അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് സർക്കാർ പോലും ഇപ്പൊ പത്രങ്ങളിലെല്ലാം A+കാരൻ ഫോട്ടോ വരൂലേ? 9A+ ആണ്. വരുമോ? പത്രത്തിൽ ഫോട്ടോ വരുമോ 9A+കാർക്ക്? അപ്പൊ 9A+ കിട്ടിയൊരു മോശമാണോ? 9A+ കിട്ടിയൊരു മോശമാണോ? 8A+ കിട്ടിയൊരു മോശമാണോ? 5A+ കിട്ടിയൊരു മോശമാണോ? ചിലപ്പോൾ ഭാവിയിൽ 5A+കാരനായിരിക്കും A+കാരനേക്കാൾ ഉയർന്ന നിലയിൽ എത്തുന്നത്. ശരിയോ തെറ്റോ? എനിക്കത്ര അനുഭവമുണ്ട്. അതുകൊണ്ട് A+ കിട്ടി എന്നതുകൊണ്ട് മാത്രം അവരുടെ ജീവിതത്തിൽ വിജയിക്കണം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിക്കണമെന്നോ, അല്ലെ അവരെക്കാൾ മറ്റുള്ളവർ ഒരിക്കലും എത്തൂലെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ A+ കിട്ടിയവർക്ക് കൂടുതൽ സാധ്യത കൂടുതൽ അല്ലേ? അവർക്കാണ് ഇഷ്ടമുള്ള ഗ്രൂപ്പ് എടുക്കാനും ഇഷ്ടമുള്ള വിഷയം എടുത്ത് മുന്നോട്ട് പോകാനും അതുപോലെ വിജയങ്ങൾ നേടാനും സാധ്യത കൂടുതൽ അവർക്കാണ്. അതുകൊണ്ട് അവർക്ക് മുൻഗണന കൊടുക്കുന്നു. എന്ന് വെച്ചാൽ പിന്നെ അധ്വാനിച്ചാൽ കിട്ടും. അപ്പൊ എന്റെ വിഷയം അതല്ല. ഞാൻ ആദ്യം എന്തിനാണ് ചെയ്യുന്നതിനൊരു ഉദാഹരണം പറയാം. എനിക്ക് പരിചയമുള്ള ഒരാളെ പരിചയപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. നിങ്ങൾ അറിയാത്ത കാര്യമൊന്നുമല്ല. എനിക്കറിയുന്ന ഒരു കുട്ടീന്റെ പേര് മൊയ്തു എന്നാണ്. ഇനിഷ്യൽ K എന്നാണ്. K മൊയ്തു. കോഴിക്കോട്ടുകാരനാണ്.
കോഴിക്കോട്ടുകാരനായിട്ടുള്ള മൊയ്തു സ്കൂളിൽ ഇതേപോലെ ഇരിക്കുന്ന മക്കളെ പോലെ അവർ രക്ഷിതാക്കൾ സ്കൂളിൽ കൊണ്ട് ചേർത്തി. സ്കൂളിൽ ചേർത്തിയപ്പോൾ ഈ കുട്ടി നമ്മുടെ കീഴ്ശ്ശേരിയിലെ കുട്ടികളെ പോലെ മൊയ്തു നന്നായി പഠിച്ചു. അപ്പൊ നന്നായി പഠിച്ച് അവസാനം ഇപ്പൊ ആ പോയ കുട്ടിയെ പോലെ അദ്ദേഹം ഒരു ഡോക്ടറായി മാറി. അങ്ങനെ ഡോക്ടറായ ശേഷം അദ്ദേഹം കോഴിക്കോട് KSRTC സ്റ്റാൻഡിനടുത്ത് ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. അതിന്റെ പേര് നാഷണൽ ഹോസ്പിറ്റൽ എന്നാ, കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഹോസ്പിറ്റലിൽ. ഇപ്പൊ ചിലർ തലയാട്ടം തുടങ്ങി. ഞങ്ങൾക്ക് ആളെ മനസ്സിലായി, നമ്മുടെ നാട്ടിൽ തന്നെയാണ്, തൊട്ടടുത്തല്ലേ. അപ്പോ അങ്ങേര് അവിടെ നല്ല ചികിത്സയായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു. ഞാൻ പറയുന്നതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. നല്ല ഡോക്ടറാകുന്നത് എപ്പോഴാണ്? നല്ല ചികിത്സയും കൂടെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, സ്വാഗതത്തിൽ പറഞ്ഞ പോലെ. എന്നും കൂടെ പറഞ്ഞ് നല്ല പെരുമാറ്റം. മനസ്സിലാവുന്നുണ്ടോ? അത് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് രോഗികളൊക്കെ എത്തി സംതൃപ്തിയോടെ മടങ്ങി. ധാരാളം രോഗികൾ വന്നു. വീണ്ടും കുറെ ഡോക്ടർമാരെ നിയമിച്ചു, നേഴ്സ് അടക്കം പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിച്ചു. ആശുപത്രി വലുതായി. ധാരാളം അദ്ദേഹം സമ്പാദിച്ചു. അദ്ദേഹം ആ പണവും കൊണ്ട് എന്റെ നാട്ടിൽ മണാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, കള്ളന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് അതുമായി വന്നിട്ട് അദ്ദേഹം അവിടെ കിട്ടാവുന്ന സ്ഥലങ്ങൾ മുഴുവനും ഉടമ പറഞ്ഞ വിലയ്ക്ക് വാങ്ങി. അങ്ങനെ കൂടി ശ്രദ്ധിക്കണം. പറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ ശേഷം അവിടെ 10 നില, 15 നില, 2 നില, 4 നില വരുന്ന നിരവധിയായ കെട്ടിടങ്ങൾ ആ പ്രദേശങ്ങളിൽ പടുത്തുയർത്തിയ ശേഷം അവിടെ അലോപ്പതി ആശുപത്രി തുടങ്ങി, മെഡിക്കൽ കോളേജ് തുടങ്ങി, ആയുർവേദ ആശുപത്രി തുടങ്ങി, ആയുർവേദ മെഡിക്കൽ കോളേജ് തുടങ്ങി, എഞ്ചിനീയറിംഗ് കോളേജ് ജനറൽ ഉണ്ട്, പിന്നെ വിമൻസ് വേറെ ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്, പെൺകുട്ടിക്ക് വേറെ ഉണ്ട്, നഴ്സിംഗ് കോളേജ് ഉണ്ട്, ഫാർമസി കോളേജ് ഉണ്ട്. ഇങ്ങനെ 25ഓളം സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ലിസ്റ്റ് വേണ്ടല്ലോ, വേണ്ട. ഇത്രയധികം സ്ഥാപനങ്ങളോളം അവരുടെ സ്ഥാപനം മലപ്പുറത്ത് കൊണ്ട് ലോ കോളേജൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയേറെ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടായി. ഞാനിത് എന്തിനാ പറയുന്നത് ചെല്ലിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം അവിടെ വന്നിറങ്ങിയ സമയത്ത് ഈ സ്ഥലം വിറ്റവർക്കെല്ലാം അവരാഗ്രഹിച്ചതിനേക്കാൾ പൈസ കിട്ടി. അപ്പൊ ആർക്കാ ആദ്യം ഗുണം കിട്ടിയത്? ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. ആ കെട്ടിടമെല്ലാം പണിതപ്പോൾ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നില്ലേ? അവർക്കൊക്കെ പൈസ കിട്ടിയോ? കോടിക്കണക്കിന് രൂപ കൂലിയായും സാധനങ്ങൾ വിലയായും പങ്കിട്ട് കൊടുത്തു. അങ്ങനെ ആ സ്ഥാപനം വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഒരുപാട് കുട്ടികൾ MBBS-നും അതുപോലെ തന്നെ ആയുർവേദ കോളേജിലും ഒക്കെ പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ കിട്ടിയോ? TTC B.Ed ഒക്കെ പഠിക്കാൻ കയറി. നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് പഠിക്കാൻ പറ്റി. അപ്പം നിരവധി കുട്ടികൾ ഡോക്ടറായി, നഴ്സായി, അധ്യാപകരായി പുറത്തിറങ്ങുന്നുണ്ടോ? ഉണ്ട്. ഇനി ആശുപത്രിയിൽ ചെല്ലുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടുമോ? വേദനയോടെ ചെല്ലുന്ന ആൾക്ക് വേദന അയറ്റി കൊടുക്കും, മരണാസന്നനായി ചെല്ലുന്ന ആൾക്ക് മരണം നീട്ടിക്കൊടുക്കും. അങ്ങനെ ധാരാളം പേർക്ക് ചികിത്സ കിട്ടാൻ തുടങ്ങി. പഠിച്ചത് മൊയ്തുവാ. അതാണ് കാര്യം. അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലെ പ്രദേശം ആകെ മാറിയ പ്രദേശത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ തിരക്ക്, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് മണാശ്ശേരി എന്ന സ്ഥലത്താണ്. ഈ സ്ഥാപനത്തിന്റെ പേര് KMCT എന്നാണ്. ഞാൻ ഇല്ലാത്തതൊന്നും പറയാം, കണ്ടത് മാത്രമേ ഉദാഹരണം പറയാറുള്ളൂ. വേറൊന്നും പറയുന്ന കാര്യമില്ല, നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ഓട്ടോ സ്റ്റാൻഡായി ഒരുപാട് കടകൾ വന്നു. അങ്ങനെ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലെ ആളുകൾക്കൊക്കെ തന്നെയും ഈ ആശുപത്രി പോലെയുള്ള കോളേജുകൾ എവിടെയെങ്കിലും ജോലിയുണ്ട്. അപ്പൊ അനേകം പേരുടെ ഉപജീവന മാർഗമായി തൊഴിൽ കിട്ടി. പഠിച്ചത് മൊയ്ത് മാത്രം അല്ലെ? അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി കാണാൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പഠിച്ചത് ഒരാളാണ്, എത്ര പേർക്ക് കിട്ടി? ഇനി ഈ വണ്ടി ഓടുന്നതിന്റെയും അവിടെ വന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി നിരവധി തരത്തിലുള്ള നികുതികളുണ്ട്, ടാക്സ്. ആ ടാക്സ് എല്ലാം സർക്കാരിനും കിട്ടും. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ആദരിക്കാൻ ഒരു കാരണമുണ്ട്. നിങ്ങളൊരാൾ പഠിച്ചു മിടുക്കരായാൽ നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്. നിങ്ങൾക്ക് നല്ല ശമ്പളമുള്ള ജോലി കിട്ടും, അല്ലെ ബിസിനസ് തുടങ്ങും, അല്ലെങ്കിൽ നല്ല സ്റ്റാർട്ടപ്പ് തുടങ്ങും, പൈസ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ വാങ്ങും. ഐഫോൺ അല്ലേ കുട്ടി വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? പിന്നെ ഏതാ? സാംസങ് ആണോ? ഏതാ വാങ്ങുന്നത്? ഏത് കാറാ വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വലുതാകുമ്പോ? കാറ് വേണ്ടേ? കാറൊക്കെ അത്യാവശ്യം ഇപ്പോൾ. ഏത് കാറാ മോനെ? ഏത് കാറാ വാങ്ങുന്നത്? ഏതൊക്കെയോ കാറിന്റെ പേര്? എന്റെ വീട്ടിലൊരു ചെറിയ കുട്ടുണ്ടോ, അവന് പല കാറിന്റെ പേര്. നിങ്ങൾ ഏത് കാറ് കണ്ടു വെച്ചിട്ടുണ്ടോ? അതെല്ലാം വാങ്ങാനുള്ള വഴിയാ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് വെക്കാൻ, ഇഷ്ടമുള്ള കാറ് വാങ്ങാൻ, ഇഷ്ടമുള്ള ഫോൺ വാങ്ങാൻ, ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങാൻ, ഇഷ്ടമുള്ള മന്തി വാങ്ങിക്കഴിക്കാം. മന്തിയാണോ ഇഷ്ടം? അത് ഇഷ്ടമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ ഈ ജോലി കൊണ്ട് ഒരാൾക്ക് സാധിക്കൂലേ? പിന്നെ വീട്ടിൽ അച്ഛനമ്മമാർക്കോ? അച്ഛനമ്മമാരെ രക്ഷപ്പെട്ടായില്ലയോ? ഇല്ലേ? ഈ കുട്ടിക്ക് എന്തോന്ന് പറഞ്ഞൂടെ? അപ്പോ നമ്മൾ ഒരാൾ രക്ഷപ്പെട്ടാൽ പിന്നെ മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടാൽ എന്തായി? നമ്മുടെ അച്ഛനമ്മമാർക്ക് അല്ലേ, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കത്തില്ലേ? മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം, എവിടെയെങ്കിലും കൊണ്ടുപോകാം, ടൂർ കൊണ്ടുപോകാം. ശരിയാ? കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെയൊക്കെ അവരും രക്ഷപ്പെട്ടു. അതാണ് മൊയ്തുവിന്റെ കുടുംബം അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെയോ നാട്ടിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടി. ഞാൻ ഈ പറഞ്ഞതുപോലെ പലതരത്തിൽ അതിന് ഗുണമുണ്ടായി. പിന്നെ സർക്കാരിനും കിട്ടി. ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലായി, ഒരാൾ പഠിച്ചു, അത് സ്വന്തം ഒരാൾക്ക് മാത്രമല്ല, കുടുംബത്തിന് മാത്രമല്ല, നാടിനാകമാനം ഗുണം കിട്ടിയിട്ടുണ്ടല്ലോ. ഉണ്ട്. നാടിനും രാജ്യത്തിനും വലിയ ഉപകാരമാകുന്ന ഒരു പണിയാണ് വിദ്യാഭ്യാസം എന്ന് നിങ്ങൾ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. നമുക്കൊരു ജോലി എന്ന കേവലമായ ഒരു ചെറിയ ലക്ഷ്യമല്ല, അല്ലെങ്കിൽ അതിന്റെ ഗുണഫലം അതല്ല, അതിനപ്പുറമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നോ എനിക്കറിയില്ല. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? അതുകൊണ്ടാണ് ആദരിക്കുന്നത്.
അപ്പൊ ഈ പഠിക്കുന്നത് കൊണ്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. അനേകം പേർക്ക് നമുക്ക് ഇതുപോലെയുള്ള ഗുണങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം കുട്ടിയോട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായി പഠിച്ച് നല്ല നിലയിൽ എത്തിയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഗുണമുണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരു അബ്ദുണ്ട്. അബ്ദു എഞ്ചിനീയറാണ്. ആ എഞ്ചിനീയറുടെ ഓഫീസിൽ തന്നെ ജൂനിയർ എഞ്ചിനീയർമാരായിട്ട് 4-5 പേരുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് പണി മേഖലയിൽ ഒരു 10-25-30 പേർക്ക് എന്നും പണിയുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ KMCTയിൽ പോലെ ആയിരക്കണക്കിന് ജോലി കൊടുക്കണ്ട, 5-10 പേർക്ക് കൊടുക്കാമോ? എന്റെ ഒരു സ്വന്തക്കാരൻ വക്കീലുണ്ട്, 2 ജൂനിയർ വക്കീലന്മാരും 2 സ്റ്റാഫും ഉണ്ട്. അപ്പൊ 4 പേർക്ക് പണി കിട്ടിയോ? ഒരാൾക്കെങ്കിലും പണി എടുക്കാൻ പറ്റില്ലേ? പിടി കിട്ടിയോ? അപ്പൊ നമ്മൾ പഠിച്ച് ജയിച്ചാൽ, നമ്മൾ ഉയർന്നാൽ അതിന്റെ ഗുണം കുറെ പേർക്ക് കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായോ? സമ്മതിച്ചോ? എല്ലാവരും സമ്മതിച്ചോ? കുട്ടികളെല്ലാം സമ്മതിച്ചോ? നമ്മൾ ഒരാൾക്ക് മാത്രമല്ല, നമ്മൾ പഠിച്ചാൽ അതിന്റെ ഗുണം വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, കുടുംബക്കാർക്ക് മാത്രമല്ല, നാട്ടിലുള്ള ഒരുപാട് പേർക്ക് കിട്ടും എന്ന് സമ്മതിച്ചവർ കൈവെക്ക്. സമ്മതിക്കാത്തവരുണ്ട്. കുട്ടികള് വലിയവർ കൈവെക്കണ്ട. ആരും കൈവെക്കുന്നില്ലേ? ഒരിത്രയും ഒക്കെയുള്ളൂ. അപ്പൊ പകുതി ഗുണമുള്ളൂ. വേറെ കുട്ടികൾ പുറകിലുണ്ട്. അത് 2 കൈ നോക്കി. അത് വേറെന്താ? സമ്മതിച്ചോ? വേറെ ചോദ്യം ചോദിക്കാനായി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുമക്കളെ, നമ്മൾ പഠിക്കാതിരുന്നാൽ ഇങ്ങനെ നമ്മളെ കൊണ്ട് നാട്ടുകാർക്ക് കിട്ടാമായിരുന്ന സകല ഉപകാരങ്ങളും നിങ്ങൾ ഇല്ലാണ്ടാക്കുകയല്ലേ? കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയും ഉപകാരമുള്ള ഒരു പണിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ പണി കൃത്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ നാം കാരണം ഒരുപാട് പേർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾ ഇല്ലാണ്ടാക്കുകയല്ലേ? അല്ലേ? അന്നുണ്ടാത്ത് പഠിക്കാനുള്ള സ്കൂൾ കെട്ടിടമൊക്കെ ഉണ്ടാക്കി ശമ്പളം കൊടുത്ത് പുസ്തകം, അതിന്റെ അരിക്കുരം എത്ര ലക്ഷം മുടക്കിയിട്ടാണെന്നറിയോ? കോടികൾ മുടക്കിയിട്ടാ ഈ വിദ്യാഭ്യാസ സംവിധാനം നടക്കുന്നത്. ഒരു പരീക്ഷ ഇവിടെ നടത്തിയ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ട് അത് ടാബ്ലേറ്റ് ചെയ്ത് മാർക്കിട്ട് അത് പിന്നെ പരീക്ഷ സർട്ടിഫിക്കറ്റ് ആക്കിയൊക്കെ തരുന്നതിനൊക്കെ ഈ പണമൊക്കെ മുടക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു. എന്താ മനസ്സിലായത്? നമ്മൾ പഠിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ട് നാടിനാകെ. അപ്പോൾ നമ്മൾ പഠിക്കാതിരുന്നാൽ നാം ചെയ്യുന്നത് വലിയ ദ്രോഹമാണെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറയണം. ഇവിടെ ഇരുന്ന് സമ്മാനം വാങ്ങാനും അല്ലാതെയും വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇപ്പൊ ഇവിടുന്ന് പറയണം, ഇന്ന് ഇത് കേട്ട ശേഷം ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഈ പഠിച്ചതിനേക്കാൾ ഒന്നും കൂടി നന്നായി പഠിക്കും എന്ന് എനിക്ക് വാക്ക് തരണം. അല്ലെങ്കിൽ ഞാൻ പോവാം. പറഞ്ഞോ? ബാക്കിയില്ലെങ്കിൽ ഞാൻ പോവാം. കുട്ടികളോടാ ചോദിച്ചത്. ഇന്ന് വരെ പഠിച്ചതിനേക്കാൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നന്നായി പഠിച്ചോളാം എന്ന് വാക്ക് തരുന്നോ ഇല്ലയോ? കുട്ടി വാക്ക് തരുമോ? കുട്ടി ഇല്ലേ? ഒന്നുകൂടി ആലോചിക്കണം. വാക്ക് തരിക. കൈവൊക്കെയാ മതി. കൈവെക്കാത്തവരുണ്ട്. എന്നാ രക്ഷിതാക്കളായാലും മതി. ഒരു കുട്ടി പതുക്കെ ഓക്കെ. അതെന്താ? എന്നാ ഞാൻ പഠിച്ചോളാം. ഓക്കെയാണോ? ഞാനീ പറഞ്ഞെന്താ നിങ്ങൾ മനസ്സിലായോ? കൈ താത്തിക്കുക. പറഞ്ഞത് ഇതാണ്. നമ്മുടെ ഈ മീറ്റിംഗ് കൂടുതൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം അതാ. ശരിയാണോ? ഈ മീറ്റിംഗ് കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഗുണഫലം എന്താ? വെറുതെ കൂടി പിരിഞ്ഞു പോകാമെന്നാണോ? നമ്മള് കുറെ പ്രസംഗം കേട്ടുപോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്ത് വേണം? അതിന് റിസൾട്ട് ഉണ്ടാവണം. അങ്ങനെ റിസൾട്ട് ഉണ്ടായാൽ എന്താ ഗുണം? നാട് നന്നാവും. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം, വിഷയം അതിലേക്ക് എത്തിയില്ലെങ്കിലും. ഇതേപോലെ ഒരു പിന്നെ ചമൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ കോടഞ്ചേരി ഭാഗത്ത്. ഈ ചമലിൽ ഇതുപോലെ തന്നെ ഒരു കുടുംബസംഗമം കഴിഞ്ഞിട്ട് നമ്മുടെ ഇതേപോലെയുള്ള വനിതാ സംഘത്തിന്റെ പ്രവർത്തനമൊക്കെ എന്നോട് ലോകം പറയാൻ വേണ്ടി, വർത്താനം പറയാൻ വേണ്ടി വരും. അങ്ങനെ ലോകം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, മാഷെ നിങ്ങൾ ഒരു 15 വർഷം മുമ്പ് ഇവിടെ വന്ന് ഞങ്ങളുടെ കുടുംബ സംഗമത്തിൽ പറഞ്ഞില്ലേ, നമുക്ക് നേടാൻ കഴിയാതെ പോയ സ്വപ്നങ്ങൾ നമ്മുടെ മക്കളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന്? അതിനുള്ള ഉപായമൊക്കെ സാറ് പറഞ്ഞില്ലേ? അന്ന് ഞങ്ങൾ അത് ഞങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടതാ സാറേ. ഇതാ എന്റെ മകൻ ഇന്ന് എഞ്ചിനീയറാണ്. കാണിച്ചു തരികയാണ്. ഇത് എന്റെ മകൻ എഞ്ചിനീയറാണ്. അപ്പൊ വേറൊരു സഹോദരി പറയാണ്, എന്റെ മകൾ ഇന്ന് അധ്യാപികയാണ്. എന്താ സംഭവിച്ചത്? ഞാൻ ട്യൂഷൻ എടുത്തിട്ടല്ല. ഞാൻ ട്യൂഷൻ എടുത്തോ? ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ആ അമ്മമാരുടെ മനസ്സിൽ ഒരു ചെറിയ സ്പാർക്ക് ഇട്ട് കൊടുത്തു, ഒരു മോട്ടിവേഷൻ. കുട്ടിക്ക് മനസ്സിലായോ? എന്തോ ചങ്ങായി ഇത്ര ഗൗരവം? ഇന്നോടെല്ലാം പറയിക്കുന്ന മനുഷ്യനാണ്. തിരിച്ചോണ്ടിരുന്നാലേ ഓർത്താൻ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയാണോ? പിടികിട്ടിയോ? അപ്പൊ അതാണ് ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അതൊന്ന് മനസ്സിൽ തട്ടിയാൽ മതി. ശരിയാണോ? സാറ് അധ്യാപകനല്ലേ? ഫോറസ്റ്റിലായിരുന്നു. അധ്യാപകരാണെങ്കിൽ അറിയാം, ക്ലാസ് മുറി 40 കുട്ടികളൊക്കെ ഉണ്ടാവും. ആ 40 കുട്ടികളിൽ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും പറയുമ്പോൾ 40 പേരും ഒരുപോലെ ആവുമോ? ചിലപ്പോൾ 1-2 കുട്ടികളുടെ മനസ്സിൽ അത് തട്ടും. പിന്നെ വലുതായി കഴിയുമ്പോൾ പറയും, മാഷേ നിങ്ങൾ അന്ന് ആ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെയാകാൻ തോന്നിയെന്ന്. അപ്പൊ എന്താണ്? ഒരു തോന്നലാണ്, വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തന്നതാണ്, നമ്മുടെ ഈ മീറ്റിംഗ് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് വന്നു ചേർന്ന ഈ കുട്ടികൾ
ഞാൻ നന്നായി പഠിക്കണം, എന്റെ കുടുംബത്തിന് കൂടുതൽ പുരോഗതി ഉണ്ടാക്കണം, ഐശ്വര്യം ഉണ്ടാവണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ആഗ്രഹങ്ങൾ സാധിക്കണം, നാട്ടുകാർക്കും ഗുണം ചെയ്യണം, രോഗികളെ സഹായിക്കണം, പാലിയേറ്റീവ് രോഗികളുണ്ടെങ്കിൽ അവരെ സഹായിക്കണം, SNDP യോഗത്തിന്റെ പ്രവർത്തകരായിട്ട് എന്റെ അടുത്ത് വരുന്നവർക്ക് കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കണം, ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചാൽ കൊടുക്കണം, ഇങ്ങനെയൊക്കെ നല്ലത് ചെയ്യണം എന്ന് കുട്ടിക്ക് തോന്നിയാൽ ആ കുട്ടികൾ പഠിച്ചു മിടുക്കരാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസം അവരുടെ വിഷയം അതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾ നന്നായി പഠിക്കുമെന്ന് എനിക്ക് വാക്ക് തന്നില്ലേ? അപ്പൊ ഞാൻ 2 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ വരും നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കാൻ വേണ്ടി. അന്ന് കാണിക്കുമോ? ഉറപ്പല്ലേ? നിങ്ങളെ പോലെയല്ലേ ഈ കുട്ടികൾ സമ്മതിച്ചു. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇതുപോലെ പഠിച്ചവരാണ് നമ്മുടെ സമൂഹത്തിന് ആകമാനം മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇവിടെ പ്രതിപാദിച്ച നമ്മുടെ സംഘടനയുടെ കാര്യം എടുത്താൽ SNDP യോഗം എന്ന് പറയുന്ന മഹത്തായ ഒരു സംഘടനയുണ്ട്. പറഞ്ഞില്ല, 1903 രൂപം കൊണ്ടതാണ്. ആ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളുടെ പേര് നമ്മുടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ സുഗതൻ സാറ് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ പൽപുവിന്റെ പേര് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞു ഈ ഡോക്ടർ പൽപു ഇവരെ പോലെ കുട്ടിയായിരുന്ന സമയത്ത്, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വീട്ടിലുള്ള സാമ്പത്തിക സൗകര്യങ്ങളൊന്നും ആ വീട്ടുകാർക്കല്ല കിട്ടുന്ന, അമ്മാവനെ കൈകാര്യം ചെയ്യുന്നത്. പഠിക്കാനൊന്നും വിടൂലായിരുന്നു. അന്ന് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പഠിക്കാൻ വിടാതിരുന്നെങ്കിലും ഈ കുട്ടിക്ക്, ഈ പൽപുവിന് എനിക്ക് പഠിക്കണം എന്ന വലിയ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി സ്കൂളിൽ പോയി പഠിച്ചു. അമ്മാവൻ പൈസ കൊടുത്തിട്ടില്ലെങ്കിലും അമ്മയൊക്കെ ചേർന്ന് ഉള്ള പൈസ കൊടുത്ത് പഠിച്ച് അവസാനം ഈ മെഡിക്കൽ എൻട്രൻസ് എഴുതി 2ാം റാങ്കോടുകൂടി പാസ്സായി. 2ാം റാങ്കോടുകൂടി പാസ്സായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി, നിനക്ക് മെഡിക്കൽ രംഗത്ത് ഡോക്ടറാകാൻ പാടില്ല, അവിടെ പൊക്കളാൻ പറഞ്ഞു. ഡോക്ടറാകാൻ പറ്റൂല. എന്താ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാലത്ത് മനുഷ്യരുടെ ജാതി വ്യത്യാസം അതിശക്തമായിരുന്നു. കേട്ടിട്ടില്ലേ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒറ്റല്ലഹോ ജാതി കോമരങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ താണജാതിപ്പെട്ട ആളുകൾ ഉയർന്ന ജാതിയിലുള്ള ആളുകൾ തമ്മിൽ അടുത്തു വരാൻ പറ്റത്തില്ല. അത് ഈ കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. മുതിർന്നവർക്ക് മാത്രം അത് അറിയുന്നത് കൊണ്ട് പറഞ്ഞ് പെട്ടെന്ന് പോവാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഒരു ദൂരം നിൽക്കണമല്ലോ. അപ്പൊ ഈ താണജാതിപ്പെട്ട ഒരാൾ ഡോക്ടറായാലോ അന്ന് രോഗം വരുന്നതും ചികിത്സിക്കേണ്ടതും ഉയർന്ന ജാതിക്കാർക്കാണ്. ഈ ഉയർന്ന ജാതിയും താണജാതി ഇല്ലട്ടോ. എല്ലാ മനുഷ്യരും ഒരു ജാതിയുള്ളൂ. ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മറ്റേത് മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇപ്പൊ അത് മാറി വരികയാണ്. അപ്പൊ ഈ ഉയർന്ന ജാതിക്കാരുടെ അടുത്ത് താണജാതിക്കാരൻ പോയിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കാൻ പറ്റുമോ? പരിശോധിച്ചാൽ എന്തായിപ്പോ ഈ ഉയർന്ന ജാതിക്കാരൻ അയിത്താവൂലേ? അയിത്താവുമ്പോൾ പനി പിടിച്ച ആള് എന്ത് ചെയ്യണം? പോയി കുളിച്ച് ശുദ്ധമാണ്ടേ? അപ്പൊ അത് ന്യൂമോണിയ ആവൂലേ? ആകെ പ്രശ്നമാവും. അതുകൊണ്ട് നീ പഠിക്കണ്ട, പോയി തെങ്ങിയെത്താൻ പറഞ്ഞു. പക്ഷെ ഡോക്ടർ പലപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു. സാറ് നേരത്തെ പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇന്റൻസ് ലോങ്ങിങ് ടു ലേൺ എന്നാണ്. ഒരു ഇന്റൻസ് ലോങ്ങിങ്, അത് ഉത്കടമായ തീവ്രമായ ആഗ്രഹം, പഠിച്ച് അടങ്ങുന്ന. അവിടെ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്തു? മദ്രാസിൽ പോയി ബ്രിട്ടീഷുകാരുടെ കോളേജിൽ പഠിച്ച് മിടുക്കനായി. അങ്ങനെ MBBS പാസ്സായി. അന്ന് MBBSന്റെ പേര് വേറെയാണ്. ഇവിടെ വന്ന് വീണ്ടും അപേക്ഷ കൊടുത്ത് ഡോക്ടർ ആവാൻ. അപ്പോഴും പറഞ്ഞു, നീ ഡോക്ടർ ആവാൻ പറ്റത്തില്ല, കൂടാതെ. എന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? തെങ്ങി എത്തിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് തന്നെ പോയിട്ട് മദ്രാസിൽ പോയി ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൈസൂർ രാജാവ് സയാജി റാവു ഗെയ്ക്വാഡ് എന്ന രാജാവിന്റെ അടുത്ത് പോയിട്ട് ജോലി കിട്ടി. അവിടുന്ന് പിന്നെ അദ്ദേഹം വീണ്ടും വിദേശത്ത് അയച്ച് ഡോക്ടർ പൽപുവിനെ പഠിപ്പിച്ചു. അങ്ങനെ ഡോക്ടർ വലിയ നിലയിലെത്തി. അതൊന്നും പഠിച്ചതല്ല പ്രശ്നം, പഠിച്ച് മിടുക്കനായ ശേഷം എന്ത് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം അതിന് ശേഷം എന്ത് ചെയ്തറിയാമോ? എനിക്കുണ്ടായിട്ടുള്ള അനുഭവം, ഈ സമൂഹത്തിൽ ഇങ്ങനെ പഠിക്കാനും മറ്റു അവകാശങ്ങളൊന്നും ഇല്ലാതെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി മാറ്റി നിർത്തിയിരിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ പോരാടുകയാണ്. അപ്പൊ ഇങ്ങനെ പഠിച്ച ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി വളർന്നു വലുതായി ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോൾ പണം മുഴുവൻ ചെലവാക്കിയത് ഈ തൊട്ടുകൂടായ്മ, തിണ്ടിക്കൂടായ്മ പോലുള്ള അവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പത്രങ്ങളിൽ സ്ഥിരമായിട്ട് എഴുതി. ആ പത്രങ്ങളിൽ സ്ഥിരമായിട്ട് എഴുതി എല്ലാം കൂടി ചേർന്ന് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ട്രീറ്റ്മെന്റ് ഓഫ് തീയാസ് ഇൻ മലബാർ എന്നാണ്. അതുപോലെ അദ്ദേഹം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേരുണ്ട്, എന്താണ്, മലയാളി മെമ്മോറിയൽ കേട്ടിട്ടുണ്ടോ? മലയാളി 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന്റെ 3ാമത്തെ ഒപ്പുകാരനും അതിന് ഏറ്റവും കൂടുതൽ പണം സംഭാവന ചെയ്തതും ഡോക്ടർ പൽപുവാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, തമിഴ് ബ്രാഹ്മണരോ എന്താണ് പേര്, അവർക്കൊഴികെ ആർക്കും സർക്കാർ ജോലിയില്ല. അപ്പൊ അവരെ അല്ലാതെ നായന്മാർ തൊട്ട് സമൂഹത്തിലുള്ള സകലർക്കും സർക്കാർ ജോലി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന, വിദ്യാഭ്യാസം ചെയ്യാൻ താണജാതിക്കാർക്ക് അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് മറുപടി കിട്ടി. നായന്മാരെ വരെ പരിഗണിക്കാം, അതിന് താഴോട്ടുള്ളവർക്ക് സ്വന്തമായി കയർ വിരിപ്പ്, ചെത്ത മുതലാകുന്നുണ്ട്, അതുകൊണ്ട് അവർ പഠിക്കേണ്ടതാണ്. ലോകത്തിൽ ഇന്നോളം ഇറങ്ങാത്ത ഒരു ഉത്തരവാണ്. നിങ്ങൾ കേട്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. തന്റെ നാട്ടിലെ പ്രജകൾ പഠിക്കണ്ട എന്ന് ഉത്തരവിറക്കിയ ഏക രാജ്യം തിരുവിതാംകൂറാണ്. നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് ചെത്തും കയറുവിരിപ്പ് സ്വന്തമായിട്ട് പണിയുണ്ട്, പൊക്കോളെ, അങ്ങനെ വിട്ടതാണ്. പക്ഷെ അതിനെതിരെ അദ്ദേഹം വീണ്ടും പോരാടി. അദ്ദേഹം GP പിള്ള എന്ന് പറയുന്ന കൂട്ടുകാരനെ
ഇംഗ്ലണ്ടിൽ അയച്ച് നിയമസഭയിൽ അവരുടെ പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ച് കുറെയൊക്കെ പരിഹാരമുണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒടുവിൽ അദ്ദേഹം ഒരു പരിഹാരം തേടിയിരിക്കുമ്പോഴാണ് SNDP യോഗം ഉണ്ടാക്കുക എന്ന ആശയത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് വരുന്നതും ഡോക്ടർ പൽപ്പു കുമാരനാശാൻ അതുപോലെ ഗുരുദേവനും ചേർന്ന് 1903 SNDP യോഗം ഉണ്ടാകുന്നത്. ഞാൻ അതും ചുരുക്കി പറഞ്ഞത് നിർത്താണ്. എന്താണ് സംഭവിച്ചത്? ഡോക്ടർ പൽപ്പു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു വന്ന് അവസാനം ആ മനുഷ്യന്റെ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ കൂടി ഫലമാണ് SNDP യോഗവും നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് എന്നതും നമ്മൾ ഓർക്കണം. നമ്മൾ കഴിഞ്ഞുപോയ ആളുകളെയൊക്കെ ഓർക്കേണ്ടത് നല്ലതല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഇവിടെ പറഞ്ഞവരൊക്കെ തന്നെ പറഞ്ഞത് ആരെക്കുറിച്ചാ? മുന്നേ ഈ സ്ഥാപനം 2003 ഇവിടെ ശാഖ ഉണ്ടാക്കിയ സമയത്ത് അതിനുവേണ്ടി അധ്വാനിച്ചവരുടെ പേരല്ലേ പറഞ്ഞത്. അത് ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും പ്രാധാന്യത്തോടെ പറഞ്ഞൊരു കാര്യമാണ്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. ഗുരുദേവൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും അത് ജീവിതത്തിൽ പകർത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. കഴിയുമെന്ന് ഉറപ്പൊന്നുമില്ല, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പറ്റുമെന്ന് സൂക്ഷിച്ച് നോക്കുക. ഏതാ പറഞ്ഞത്? നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. എന്താ മനസ്സിലായോ? വിശദീകരിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നുകൂടി പറയാം. ചിലർ ആദ്യം കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അർത്ഥം കിട്ടൂലല്ലോ. ഒന്നുകൂടി പറയാം. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. ഒരുവൻ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കുന്നത് നല്ലതല്ല. നിങ്ങൾ അങ്ങനെ മറക്കാറുണ്ടോ? ഉണ്ടോ? നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പ്രയാസമുള്ള സമയത്ത് അല്ലാത്ത സമയത്ത് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മറക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ ഇവിടെ SNDP ശാഖായോഗം രൂപീകരിക്കുന്ന ആദ്യകാലത്ത് തന്നെ മുന്നിട്ടിറങ്ങി ഇങ്ങനെ സംഘടനാ സംവിധാനം ഉണ്ടാക്കി നല്ല നിലയിൽ നമ്മളെല്ലാം ഒരുമിച്ച് ചേർത്തിയ, അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട മാധവേട്ടൻ ഉൾപ്പെടെയുള്ള വാസുവേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളെ, ശ്രീധരേട്ടൻ അടക്കമുള്ളവരെ നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നന്ദിയോടെ ഓർക്കുന്നു, അല്ലേ? അതാണല്ലോ ഇവിടെ പറഞ്ഞത് അവരെ പറ്റി. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ പൽപ്പുവിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പം നമ്മൾ ഈ കുട്ടികളുടെ വിഷയത്തിലൂടെ ഞാൻ പറഞ്ഞു പോകുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണല്ലോ ഇവരിലൂടെ പറഞ്ഞത്. അപ്പൊ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാകുന്ന അറിവിലൂടെയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ഈ കേരളം എങ്ങനെയാണ് ഇങ്ങനെയായത്? നമുക്കറിയാം, ആധുനിക കേരളം സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ അത് ഇങ്ങനെ മാറ്റിയെടുക്കുന്നതിന് ഉണ്ടായിട്ടുള്ള ഒരു നവോത്ഥാനമുണ്ട്. ആ നവോത്ഥാനം അല്ലെങ്കിൽ സാമൂഹ്യ വിപ്ലവം. ഈ സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന് നമുക്കറിയാം. ശ്രീനാരായണ ഗുരുദേവൻ ഇത് എങ്ങനെയാണ് സാധിച്ചത്? ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തിൽ ആകമാനം മാറ്റമുണ്ടാക്കി. ഇന്ന് നമ്മൾ കീഴ്ശ്ശേരിയിലൊക്കെ ഇറങ്ങി നടന്ന് താമസിക്കുന്ന പോലെ ആരാണ്, ഏതാണ്, ഏത് ജാതി, ഏത് മതം എന്നൊന്നും നോക്കാതെ ഒരുമിച്ച് കൂടെ നിന്ന് എങ്ങനെയും ഒന്നിച്ച് സ്കൂളിൽ പോകാനും ഹോട്ടലിൽ കയറാനും കല്യാണത്തിന് പോകാനും ഒക്കെ ആകുന്ന ഈ സമത്വസുന്ദരമായ മനോഹരമായ ഈ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഗുരുദേവനാണെന്ന്. ആ സാമൂഹ്യ വിപ്ലവം സാധ്യമായത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ കുട്ടികളോട് പറഞ്ഞ വിഷയം തന്നെ. ആ ഗുരുദേവൻ അറിവാണ് ആളുകൾക്ക് ആയുധമായി നൽകിയത്. വേറൊന്നുമല്ല, മാർച്ച് നടത്തിയിട്ടല്ല, പിന്നെ പിക്കറ്റിംഗ് നടത്തിയിട്ടല്ല, മുദ്രാവാക്യം വിളിച്ചിട്ടല്ല, ആളുകളെ സംഘടിപ്പിച്ച് വഴക്കുണ്ടാക്കിയിട്ടല്ല. പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാക്കിയത്? ഈ പറഞ്ഞ വിഷയം തന്നെയാണ്. അറിവാണ് ആയുധമാക്കിയിട്ടുള്ളത്. അത് ശ്രീനാരായണ ഗുരുദേവൻ പിള്ളത്തടം ഗുഹയിൽ മരുത്വാമലയിൽ തപസ്സിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. മുതിർന്ന ആളുകളൊക്കെ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പൊ തപസ്സിരുന്നു ഗുരുദേവൻ. ആ തപസ്സിരുന്ന ഗുരുദേവൻ അതിനുശേഷം ഇറങ്ങിയിട്ട് താൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ ആരാധിക്കുന്നു. കാരണം എന്താണ്? നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ദശാവതാരം എന്നതുപോലെ തന്നെ ഈ കലിയുഗത്തിൽ അവതാരം എടുത്തിട്ടുള്ള ഭഗവാനാണ്. ഗുരുദേവനെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു. അങ്ങനെയാണ്. ആരായുകിൽ അന്ധത്വ വഴി ചാതിമഹസ്യൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരതയോ, അല്ലെ? അങ്ങനെയാണ് നാം കാണുന്നത്. അല്ലെങ്കിൽ വള്ളത്തോൾ നാരായണമേനോൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്താണ്? പാരിൽ ധർമ്മമുയർത്താൻ എതുപുലേ പണ്ടെന്ന പോൽ ഏഴുവന്മാരിൽ സ്വാമി പിറന്ന മാസത്തിലാണോണോത്സവം. ഇത് നേരത്തെ കേട്ടിട്ടുള്ളതാണോ? കേട്ടില്ലെങ്കിൽ വിശദീകരിച്ച് പറയാം ഒന്നുകൂടെ. പാരിൽ ധർമ്മമുയർത്താൻ എതുപുലേ പണ്ടെന്ന പോൽ ഏഴുവന്മാരിൽ സ്വാമി പിറന്ന മാസത്തിലാണോണോത്സവം. ആരും മട്ടിലൊരു ഹണ്ഡമംഗളനഹോ സദ്യോഗ വിദ്യാമൃതം പൂരിക്കും പുതുചന്ദ്രനോ ജയിക്ക ചിരം നാരായണ ശ്രീഗുരു. ഇത് എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. മുതിർന്നവർ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് നാരായണ മേനോൻ എന്ന് ഞാൻ എടുത്തു പറഞ്ഞ എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം അക്കാലത്ത്
ഈ ജാതിയുടെ ഉയർച്ച താഴ്ചകൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമുദായത്തെക്കാൾ എത്ര ഉയർന്നതാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാലത്ത് നാരായണ മേനോൻ അന്ന് ഈ ജാതിയുടെ പേരിൽ ഇതുപോലെയുള്ള താണജാതിയാണെന്ന് വിചാരിക്കുന്നവർ കവിത എഴുതുന്നത് പോലെയുള്ള ഒരു കാര്യത്തിനും അടുപ്പിക്കാതെ ചവിട്ടി താഴ്ത്തി ഒഴിവാക്കിയിരുന്ന ഒരു കാലത്ത് അങ്ങനെയാണ് ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയ്ക്ക് വേണമെങ്കിൽ ഞാൻ അതിന് ഉദാഹരണം കൂടി പറയാം. ഉദാഹരണത്തിന് നമ്മുടെ കുമാരനാശാന് വെയിൽസ് രാജകുമാരന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും കിട്ടിയതായി കേട്ടിട്ടുണ്ടോ? വെയിൽസ് രാജകുമാരൻ കേട്ടിട്ടുണ്ടോ? ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് വെയിൽസ് രാജകുമാരൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ആ സന്ദർശനത്തിനിടയിൽ മദ്രാസിൽ വെച്ച് 1893 തോന്നുന്നു ഒരു സമ്മേളനം നടത്തി ഓൺ ദ സ്പോട്ട് മത്സരം. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട് ഓൺ ദ സ്പോട്ട് മത്സരം, കലോത്സവങ്ങളോടനുബന്ധിച്ച് അല്ലേ. ഈ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിന് പേരുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? ടീച്ചേഴ്സ് ആരുണ്ടോ അതിന് പേര് പറഞ്ഞു? നമ്മുടെ ഈ അതുപോലെ എല്ലാത്തിനും കൂടെ പേര് വർക്ക് എക്സ്പീരിയൻസിന്റെ ഇതേപോലെ അത് അപ്പൊ തന്നെ കുട്ടികളുണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ കവിത അവിടെ വെച്ച് എഴുതാം. വിവരം പറഞ്ഞ് നമ്മുടെ കുമാരനാശാൻ അവിടെ എത്തി. കുമാരനാശാൻ എത്തിയപ്പോ തന്നെ വൈകിപ്പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് കേട്ടിട്ടുണ്ടാവും. അവിടെ ചെന്ന് കയറാൻ കഴിയാതെ വൈകി പുറത്തു നിന്ന് അവസാനം സിസ്റ്റർ നിവേദിനെയൊക്കെ കണ്ട് കത്തൊക്കെ കിട്ടി അങ്ങനെയാണ് അവസാനം അവിടെ എത്തിയതാണ് അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പക്ഷെ അവിടെ സൈൻ ചെയ്തതാരാ അമേരിക്കയിൽ അറിയാമോ? വിവേകാനന്ദനാ. സമയം അദ്ദേഹം കയറി ചെന്നത് കാവ്യവസ്ത്രമൊക്കെ ധരിച്ചിട്ടാ. കണ്ടാലും ഇതിന് പറയാൻ കുളൂസൊന്നുമില്ല. ബാക്കി എല്ലാവരും കഴുത്തിലൊരു ഇതൊക്കെ കെട്ടി ടൈയൊക്കെ കെട്ടി കോട്ടൊക്കെ ആയിട്ട് കീശ കൈയൊക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ട് പൈപ്പൊക്കെ വലിച്ച് കയറുന്നിട്ട് മഹാപണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാ വിചാരം. സ്വാമിജി തലയിൽ ഒരു കെട്ടും കാവ്യവസ്ത്രം ധരിച്ച് കയറി ചെന്നിട്ട് അവിടെ അപ്പൊ തന്നെ കേരള നിയമസഭ പോലെയാ. അതിലൊരു വാക്കുണ്ടെന്നാണ് ശബ്ദാനമയമായ രംഗങ്ങൾ അല്ലേ. നമ്മുടെ നാട്ടിലെങ്ങനെ ഉണ്ടാവാറില്ല. നമ്മുടെ ആൾക്കാരല്ലേ പോകുന്നത്, പിന്നെ എങ്ങനെയല്ലേ. അപ്പൊ അതേപോലെ ഒരു രംഗമാണ്. അതായത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന് ദിവസങ്ങളോളം അവിടെ ഇരുന്ന് സർവമത സമ്മേളനത്തിൽ പ്രസംഗങ്ങളെല്ലാം കേട്ട് കുറെ പ്രസംഗം ഇപ്പൊ തന്നെ നിങ്ങൾ മടുത്തു തുടങ്ങിയത് എനിക്കറിയാം. പ്രസംഗം കേൾക്കുന്നതിന് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറയുന്നതിന് നല്ല സുഖം, അവിടെ നിർത്താതെ പറയും. അപ്പൊ ഇതിങ്ങനെ കേട്ടും അടുത്തിട്ട് അവസാനം അവരവരുടെ ബാഗ് തപ്പുന്നു, പോകാൻ തിരക്ക് കൂട്ടിയിരിക്കുകയാണ്. അവസാനമാണ് ഇങ്ങനെ 5 മിനിറ്റ് കൊടുത്ത് കടലാസിൽ. അപ്പൊ അങ്ങനെ കയറി എന്നിട്ട് ഒരാൾ ശ്രദ്ധിക്കുന്നത് അവിടെ കയറുന്നിട്ടാണ് സ്വാമിജി ഭാരത സംസ്കാരത്തിന്റെ മഹാമാതൃക അവിടെ അനാവരണം ചെയ്ത് കൈകൂപ്പി നിന്നിട്ട് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക എന്നാണ്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക. അമേരിക്കയിൽ ഒത്തുചേർന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ. അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് വീണു. നിശബ്ദത, മുട്ടുസൂചി നിലത്ത് വീണാൻ കേൾക്കുന്ന നിശബ്ദത. എന്താ കാര്യം എന്നറിയാമോ? വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, വിവിധ വർഗ്ഗങ്ങളിൽ, വിവിധ ഭാഷകളിൽപ്പെട്ട, വിവിധ മതങ്ങളിൽപ്പെട്ട മനുഷ്യരെ ഒന്നായി കണ്ടിട്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്യാൻ മാത്രം ആധ്യാത്മിക ഔന്നത്യം നേടിയ മനുഷ്യനാരെന്നറിയാനാണ്. അവർ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഇതുവരെ കേട്ടില്ല. ഇതിനു മുമ്പ് സംബോധന ചെയ്തത് മുഴുവൻ എന്താണെന്നറിയാമോ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മേന്യന്മാരെ, മഹതികളെ എന്നാ കേട്ടത്. ഒരാൾ മാത്രം എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കാണുന്നു. സാർവദേശീയമായ സാഹോദര്യം അദ്വൈത ചിന്തയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഒരു ഇന്ത്യക്കാരനാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. അപ്പൊ അവരും എല്ലാം ഉള്ളിൽ ചിരിക്കാൻ തുടങ്ങി. എന്താ കാര്യം എന്നറിയോ? ഇന്ത്യ എന്ന് ബ്രിട്ടീഷുകാരുടെ കീഴില. ബ്രിട്ടീഷുകാർ ചവിട്ടി തേച്ച് നമ്മളെ കൊള്ളയടിച്ചിട്ടിരിക്കുന്ന അടിമാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യര്. പിന്നെ ബാക്കി അവർ കേട്ടിട്ടുണ്ട് ജാതിയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരക്ഷരതയും കട്ടപിടിച്ച് കിടക്കുന്ന ഈ നാട്ടിൽ നിന്നിട്ട് പറയാൻ ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയാൻ അഭിമാനമുണ്ട്. അതുകൊണ്ടായിരിക്കും അവർക്ക് പുജ്ഞം തോന്നിയത്. അങ്ങനെ ഒരു വാക്കില്ലേ പുജ്ഞം, അത് പുച്ഛമാണ് എന്ന് അങ്ങനെ തോന്നി. പക്ഷെ ഇദ്ദേഹം വീണ്ടും പറഞ്ഞു, പ്രിയമുള്ളവരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതസംഘടനകൾ നടക്കുമ്പോൾ ഭയം നോടി വരുന്ന വിവിധ മതാനുയായികളെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഇന്ത്യ രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതസംഘടനകൾ നടക്കുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന, ഭയം നോടി വരുന്നവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഇന്ത്യ രാജ്യത്താണ് വരുന്നതെന്ന്. വീണ്ടും നിശബ്ദത, അത്ഭുതം, കണ്ണുകളും കാതും വിടർന്നു. ഇങ്ങനെ ഒരു ലോകത്തിൽ വേറൊരു രാജ്യവുമില്ല. അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അദ്ദേഹം മഹത്തായ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ഉന്നതമായ മൂല്യങ്ങളെ കൊണ്ട് പറഞ്ഞു കൊടുത്തു. സനാതന ധർമ്മം നാട്ടിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ അതെന്തോ വലിയ അപകടം പിടിച്ചതാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പിന്നീട് വന്നിട്ടുള്ള പരിവർത്തനങ്ങളൊക്കെ ചേർത്ത് അതിനെ മോശമാക്കിയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ സനാതന ധർമ്മം ഒന്നല്ല കേട്ടോ. ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെയും വേദങ്ങളിലൊക്കെ ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള സനാതന ധർമ്മം തന്നെയാണ്. ദൈവം ഒന്നേ ഉള്ളൂ, ദൈവത്തിന് ഒരു ധർമ്മമുള്ളൂ. അത് തന്നെയാണ് ഗുരുവും പറഞ്ഞുതരാൻ പറ്റുള്ളൂ. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ആ ധർമ്മമൊക്കെ പറഞ്ഞു കിട്ടും. അപ്പൊ അവിടെ വിജയിച്ചത് ആരാണ്? പിന്നെ കുറിപ്പ് വരാൻ തുടങ്ങി. കുറിപ്പ് വരുന്ന ഇപ്പൊ എനിക്ക് കുറിപ്പ് തരാൻ തുടങ്ങുമ്പോൾ ചുരുക്കണം. ഇതങ്ങനെയല്ല, നീട്ടി പ്രസംഗിക്കാനാണ്. ഇതിന് പിറ്റേ ദിവസം അവിടുത്തെ ഹെറാൾഡ് ടൈംസ് പത്രത്തിൽ എഴുതി ഇന്ത്യയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാരെ അയച്ചത് ബുദ്ധിശൂന്യതയായി പോയിന്ന്. കാരണം നമ്മളെ പഠിപ്പിക്കാൻ മാത്രം അവർക്ക് കഴിവില്ല, നമ്മൾ അതിനേക്കാൾ ഉയർന്ന അറിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമാരനാശാൻ അവിടെ എത്തി. കുമാരനാശാൻ എവിടെ ഇപ്പൊ നിൽക്കുന്നറിയോ? പുറത്ത് നിൽക്കാണ്. അപ്പൊ ആശാനെ അവസാനം അകത്ത് കയറ്റി. എന്താണ്? കവിതാ മത്സരമാണ്, കവിത എഴുതിക്കോളാൻ പറഞ്ഞു. ഒരു പേപ്പർ കൊടുത്തു. ആശാന്റെ കയ്യിൽ പെൻസിലുള്ളൂ, പെന്നില്ല. എഴുതിക്കോട്ടെ. അതിന് വിഷയം എന്ത് കൊടുത്തെന്നറിയോ? എല്ലാവർക്കും കൊടുത്ത വിഷയം അല്ല കൊടുത്തത് 8 കാലിയാണ്. 8 കാലി എന്താ കൊടുത്തതെന്ന് ഞാനിവിടെ പറയില്ല, മൈക്കിൽ കൂടെ എല്ലാവരും കേൾക്കും. നമ്മളെ കളിയാക്കാൻ വേണ്ടിയാണ്. അതിനെന്തുകൊണ്ടാണെന്ന് വേറെ രീതി പറയാം. തിരുവിതാംകൂർ മേഖലയിൽ, കൊച്ചി മേഖലയിൽ, കടലോരങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ നാട്ടിൽ അമ്മമാർക്ക്, സഹോദരിമാർക്ക് ഒരു ജോലിയുണ്ട്.
തെങ്ങിന്റെ എന്താണ് തേങ്ങ ചകിരി എന്നാണോ തൊണ്ടെന്നാണോ ഇവിടെ പറയുന്നത്? ചകിരി അല്ലേ? ഈ ചകിരി വെള്ളത്തിലിട്ട് ചീഞ്ഞ ശേഷം അതെടുത്ത് വടി കൊണ്ട് അടിച്ച്, നല്ല മണ്ണുള്ള വടി കൊണ്ട് അടിച്ച് പരത്തിയിട്ട് അതിന്റെ നൂലെടുത്തിട്ട് ചവിട്ടി കയറ് ഒക്കെ പിരിക്കുന്ന പണിയാണ്. അതൊരു എട്ടുകാലിയുടെ പണിയല്ലേ? മനസ്സിലായോ? അത് നമ്മളെ കളിയാക്കുന്ന ആരും പറയണ്ട, ഇനി അതുകൂടെ കിട്ടും. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ സംഘാടകർ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി വിഷയം കൊടുത്ത് എട്ടുകാലി. വല്ല കാര്യമുണ്ടോ മോളെ? പക്ഷേ വല്ലഭന് പുല്ലും ആയുധം കേട്ടുണ്ടോ? ഇല്ലേ? ആശാൻ ആരാ മോന്ന് കേട്ടുണ്ടോ? ആശാൻ ശ്രീനാരായണ ഗുരുദേവന് അനുഗ്രഹം കിട്ടിയ ആളല്ലേ? അദ്ദേഹം ഒരു പേപ്പർ എടുത്തു, എടുത്തോട്ടോ, എഴുതിക്കോട്ടെ. അതിവേഗം ഹെഡിങ് എഴുതി, തോട്ടത്തിൽ എട്ടുകാലി. കണ്ടില്ലേ? എഴുതി കേട്ടത്. എന്നിട്ട് അതാ മനോഹരമായിട്ട് എഴുതിയോണ്ട് വെച്ചു കൊടുത്തു. വായിക്കാൻ പറഞ്ഞു, വായിച്ചു. തളിർത്തലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ. എന്താ അർത്ഥം? തളിർത്തലഞ്ഞു നിൽക്കുന്ന തരുക്കൾ. തരുക്കൾ കണ്ടിട്ടുണ്ടോ? പുറത്തൊക്കെ നോക്കിയാൽ കാണാം മരങ്ങൾ. അതിന് ശാഖയിൽ കണ്ടോ? തളിർത്തലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും. എട്ടുകാലികൾ വലയനെ കുറിച്ച് എഴുതിയേക്കുന്നത്. മനസ്സിലായോ? തളുത്തലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും. അടുത്ത ഉപമയാണ്. കുളത്തിനുള്ളു കാണും അർക്കബിംബമൊത്തു കാട്ടിലീ വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. കുളത്തിനുള്ളു കാണും അർക്കബിംബം. അർക്കബിംബം എന്താണ്? ആർക്കറിയാത്തവരുണ്ടോ? ചെറിയ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം അറിയില്ല. അർക്കം എന്ന് പറയുന്നത് സൂര്യൻ. സൂര്യബിംബം കുളത്തിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? കിണത്തിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു സ്വർണ്ണ നൂല് കൊണ്ട് എട്ടുകാലി വല കെട്ടിയതുപോലെ തോന്നൂലേ? അതാണ് ഉപമ. അതാണ് കുളത്തിനുള്ളു കാണും അർക്കബിംബമൊത്തു കാട്ടിലീ വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. അടുത്തിടുന്നൊരീച്ചവാറ്റയാദിയായ ജീവിയെ പിടിപ്പതിന്നു കണ്ണി വെച്ചൊളിച്ചിരുന്നു കൊള്ളുവൻ. പഠിച്ച കള്ളനാരു നീ പ്രഗത്ഭനായ മുക്കുവക്കിടാത്തനോ കടുത്ത കാട്ടിലുള്ള കൊച്ചുവേടനോ. നിനക്കു നിന്റെ തുന്നൽ കാഴ്ച വേല തന്നിലെത്തിയാൽ എനിക്ക് തങ്കമുദ്ര കിട്ടും എട്ടുകാലി നിശ്ചയം. എഴുതിയോണ്ട് വെച്ചു കൊടുത്തു. എല്ലാവരുടെയും കവിതകൾ വായിച്ചു, പരിഭാഷപ്പെടുത്തി. വേൽസ് രാജകുമാരൻ എഴുന്നേറ്റു, കുമാരനാശാനെ സല്യൂട്ട് ചെയ്തു, കൈ കടന്ന വളയൊരു ആശാൻ ഇട്ടു. മനസ്സിലായോ? ഈ ആശാൻ നമ്മുടെ സ്വന്തം കുമാരനാശാൻ. ആരാന്നറിയോ? നമ്മളിപ്പോ പറയുന്ന SNDP യോഗം രൂപീകരിക്കുന്ന നേതൃത്വം കൊടുത്ത അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. 16 വർഷത്തിലധികം ചെരുപ്പ് പോലും ഇടാതെ ചുട്ടുപഴുത്ത മണലിലൂടെ നടന്ന് ആളുകളെ ചേർത്തി ഈ സംഘടനയെ ശക്തമാക്കി തന്ന മഹാകവിയാണ്. മഹാകാവ്യം പോലും എഴുതാതെ ഈ അവഗണനയുള്ള കാലമായിട്ടും മഹാകവി പട്ടം കിട്ടിയ അസാധാരണമായ പണ്ഡിതനാണ് നമ്മുടെ കുമാരനാശാൻ. ആശാനെ ഇപ്പൊ പറഞ്ഞത് എന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഏതായാലും ഇങ്ങനെ അറിവിന്റെ ആയുധം കൊണ്ടാണ് ഇതിലേക്ക് നമ്മളെല്ലാം രക്ഷിച്ചതെന്ന് പറഞ്ഞു വന്നിട്ടാണ് ഇങ്ങോട്ട് നമ്മൾ കടന്നുപോയത്. അപ്പൊ കേരളത്തിലുണ്ടായ മാറ്റം കൂടി ചുരുക്കി എന്താണ് നമുക്ക് SNDP യോഗമായിട്ടുള്ള ബന്ധം? എന്തുകൊണ്ടാണ് ഗുരുദേവനെ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരേപോലെ ആദരിക്കേണ്ടതാണ്? ആരാധിക്കുന്നത് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം, പറ്റാത്തവർക്ക് വേണ്ട. ആദരിക്കേണ്ടതാണ്, മറക്കരുത് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം കൂടി മുതിർന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ കാലത്ത് ഞാൻ പറഞ്ഞു വന്ന കാലത്ത് കേരളത്തിലെ ജനതയുടെ അവസ്ഥ അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഗുരുദേവൻ ഞാൻ പറഞ്ഞതുപോലെ അതാണ് പറഞ്ഞ് ഗുരു ദൈവമാണെന്നുള്ളതിന് തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ വള്ളത്തോട് പറഞ്ഞിട്ടാണ് നമ്മൾ പോയതല്ലേ? വള്ളത്തോടാ പറഞ്ഞത്, പാരിൽ ധർമ്മമുയർത്താൻ എതുകുലേ പണ്ടെന്ന പോലെ ഈഴവന്മാരിൽ സ്വാമി പിറന്ന മാസത്തിലാണ് ഓണോത്സവം. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പാരിൽ ധർമ്മമുയർത്താൻ എതുകുലേ പണ്ടെന്ന പോൽ. അതാരാ? ഉത്തരം പറയണം. പാരിൽ ധർമ്മമുയർത്താൻ എതുകുലേ പണ്ടെന്ന പോൽ. പാരിൽ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് യദുകുലത്തിൽ വന്ന് ദിവ്യാവതാരം എടുത്തതുപോലെ. അതാരാ അത്? യദുകുലത്തിൽ ദിവ്യാവതാരം എടുത്താരാ? കുട്ടിക്ക് ഞാൻ ക്ലൂ തരാം. കൃഷ്ണ ഭഗവാൻ അല്ലേ? എന്നതുപോലെ എന്ന് പറഞ്ഞാൽ ആ ഭഗവാനെ പോലെ തന്നെ എന്നല്ലേ? ആണല്ലോ. അപ്പൊ ആരാ എഴുതിയത്? നമ്മുടെ വള്ളത്തോള്. എന്നിട്ടാണ് പറയുന്നത് ഈഴവന്മാരിൽ സ്വാമി പിറന്ന മാസത്തിലാണ് ഓണോത്സവം. ഓണോത്സവം ഏത് മാസത്തിലാ? ചിങ്ങമാസത്തിലാ. അതാണ് ആരെഴുതിയത്? വള്ളത്തോളം എഴുതിയത്. എന്നിട്ടാണ് പാരിൽ ഇങ്ങനെയുള്ള ഇത്രയും അഖണ്ഡ മംഗളനഹോ സദ്യോഗ വിദ്യാമൃതം പൂരിക്കും അങ്ങനെ കുറെ ഉണ്ട്. ഇതാണ് ഗുരു. അപ്പം ഗുരുവിനെ ഇതുപോലെ എല്ലാവരും നേരിട്ട് കണ്ടവരെല്ലാം. കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പലതോട്ടം പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ ഈശ്വരാവതാരം തന്നെയാണെന്ന്. അതൊന്നും ഇപ്പൊ നമുക്കിവിടെ എല്ലാം കൂടി എല്ലാ വിഷയവും കൂട്ടി കുഴക്കണ്ട. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ആ ഗുരുദേവൻ ഈ കർമ്മമണ്ഡലത്തിൽ, ഗുരുദേവൻ എന്ന് പറയുന്നത് എന്താണ്? കർമ്മയോഗിയാണ്. പറയാനും എഴുതാനും മാത്രമല്ല, ഗുരു പ്രവർത്തിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതിന് ഗുരു ആദ്യം എന്ത് ചെയ്തു? ഇതൊക്കെ ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഗുരുദേവൻ തപസ്സിരിക്കുന്നുണ്ട്. അതും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ചിലർ ഇവിടെ നിന്നുള്ള തീർത്ഥാടനത്തിൽ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ മരുത്വാമലയിലാണ്. ആ മരുത്വാമലയിൽ തപസ്സെല്ലാം കഴിഞ്ഞിട്ട് കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങും ഗുരുദേവൻ പ്രഖ്യാപിക്കുന്നുണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്.
ഗുരുദേവൻ എന്താ ഉദ്ദേശിച്ചത് അതിൽ പറയാണ്, കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉദ്ദിഷ്ടോദ്ദിഷ്ട ശീഘ്രം നദിയിൽ ഒഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. ഗുരു പറയാണ്. അതിന് മുമ്പ് വേറെ ഉണ്ട്, എല്ലാം കൂടി പറഞ്ഞ സമയമുള്ളൂ. ആദ്യ പ്രസക്തമായ ഭാഗം എന്താണ് പറയുന്നത്? കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉദ്ദിഷ്ടോദ്ദിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. എന്താണ് ഗുരുദേവൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല്, കഷ്ടം ദീനം പിടിച്ചോ മതിരത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക്, അന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ നമ്മൾ മാത്രമല്ല ബഹുഭൂരിപക്ഷം ജനങ്ങളും ഒന്നെങ്കിൽ ദീനം പിടിച്ചിട്ടാണ്. എന്താണ് ദീനം? ദീനം അറിയാമോ? അസുഖം പലതരത്തിൽ. അന്ന് പട്ടിണിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അന്ന് നല്ല ആഹാരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാളും പൊക്കം വെച്ചേനെ. മനസ്സിലായോ? നിങ്ങൾക്ക് എന്റെ സങ്കടം അറിയാത്തോണ്ടാ. അത്ര പട്ടിണിയായിരുന്നു. നേരെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്കൊന്നും അങ്ങനെ പട്ടിണി ഉണ്ടായിരുന്നില്ല. ഓല കെട്ടിയ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കഷ്ടമായി പോയിട്ടോ. പറഞ്ഞൊരു കാര്യമല്ല കൊച്ചേ. ഞാനൊക്കെ അതിലാ താമസേ. പിന്നീട് മൺകട്ട കെട്ടി, പിന്നെയാണ് ചെങ്കല്ല് കെട്ടിയത്. നമ്മുടെ സങ്കടം അറിയാം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാറിയത്. എന്താട്ടെ, അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ 4 നേരം പോയിട്ട് 1 നേരം പോലും ഭക്ഷണം ഇല്ല. മിക്കവാറും ഞങ്ങൾക്ക് ആഹാരം തന്നത് പനയായിരുന്നു. പനയെ പരിചയമുണ്ടോ? വീടിന് പുഴമേയാൻ ഉപയോഗിക്കുന്ന പന അറിയാം. കൊടപ്പനാന്നാ ഞങ്ങൾ പറയാം. നിങ്ങൾ എന്താ പറയാ? പന. അത് വെട്ടുന്നിടത്ത് ആള് വ്യൂ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? നാട്ടിലുണ്ടായിരുന്നില്ല അങ്ങനെ? ഇല്ലേ? പന മുറിക്കുന്നിടത്ത് നേരത്തെ പോയി ബുക്ക് ചെയ്യും, ഇത്ര വേണമെന്ന്. ശരിയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അത് വെട്ടിയിട്ട് പനയുടെ ഉള്ളിലിരിക്കുന്ന കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇടിച്ചു പൊടിച്ചാൽ നല്ല പൊടി കിട്ടും. അങ്ങനെ ചെയ്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈ ബുക്കിക്കും. ആ പണിക്ക് കൂടിയാൽ വെരി ഗുഡ്. ഞാനും കൂടിയിട്ടുണ്ട് അമ്മേന്റെ കൂട്ടത്തില്. അങ്ങനെ മക്കൾക്ക് ഇത് അറിയാം. അതിപ്പോ ഒരു പലഹാരമായിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അല്ലേ? ലുലുമാളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരിമാരെ എന്നും പന ഇങ്ങനെ കുറുക്കിയിട്ട് ഒരു കഞ്ഞിന്നൊരു പേര്. അതൊക്കെ അന്ന് നല്ലോണം കിട്ടിയിട്ട് ഞാനൊക്കെ നിങ്ങളെക്കാളും തടിയനും പൊക്കമുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? ആഹാരം കഴിക്കാത്തവർക്ക് ആരോഗ്യം ഉണ്ടാവോ? അപ്പൊ എല്ലാവർക്കും അസുഖമല്ലേ? പിന്നെ മാത്രമല്ല ദീനം പിടിച്ചു, പിന്നെ മധുര അത് കുടിച്ചു. മധുര എന്താണെന്നറിയോ? അത് കുടിക്കാൻ വേണ്ടി ചില കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മാത്രമാണ് മധുര. കീഴ്ശേരി പിന്നെ അങ്ങനെ ആരും ഇല്ലല്ലോ. നിങ്ങളാരെ കേട്ടിട്ടുണ്ടോ ഈ നാട്ടില്? ഇല്ലല്ലോ. ഇല്ലാതിരിക്കട്ടെ. അപ്പൊ മധുര അന്ന് അക്കാലത്ത് മിക്കവാറും ഇതെല്ലാവരും കുറേശ്ശെ കുടിച്ചിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷെ ഇന്നത്തെ പോലെ കരളൊക്കെ എന്താണ് അടിച്ചു പോകുന്ന സാധനം നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? മരനീര എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇനി അത് ഉപയോഗിക്കരുത്. ഞാൻ വെറുതെ പറഞ്ഞതാ. മനസ്സിലായോ? അത് ഈ നേരിട്ട് മുകളിൽ നിന്ന് എടുക്കുന്ന തെങ്ങും പനയെ അതിന് പേര് ഔഷധം, പിന്നെ എന്തിനു പറയാ, കീടനാശിനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്നും ചേർത്ത് മാരകമായിട്ടുള്ളതല്ലല്ലോ. ഏതാട്ടെ, അങ്ങനെയായാലും സംഗതി ബോധം പോവോ? വീട്ടിൽ അടിയുണ്ടാവോ? പാത്രം എടുത്തെറിയോ? ചോറ് മുറ്റത്ത് വീണു പോവോ? അതുറപ്പല്ലേ? കള്ള് നല്ലതായാലും ചോറ് പാത്രം ഇവിടെ കിടക്കും, മുറ്റത്ത് കിടക്കും. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റൂല. ഏതായാലും ഇതെല്ലാം കഴിച്ച ആളുകൾ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, ഈ അസുഖം ബാധിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കഴിച്ചിട്ടോ ഒക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അധസ്ഥിതരായി അടിയിട്ട് കിടക്കാണ്. അവരെ കൈപിടിച്ച് ഉയർത്തണ്ടേ? അതുകൊണ്ട് അവരെ നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. ഏത് നദിയിലാണ് മുക്കാൻ പോണെന്നറിയോ? അറിവിന്റെ നദിയിൽ. ഗുരുദേവൻ ഇവിടെ പറഞ്ഞതാണ്. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിലെ ജനങ്ങളെ ഈ നിലയിലേക്ക്, നമ്മളെ മാത്രമല്ല മുഴുവൻ ജനങ്ങളെയും ഈ അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്തത് പ്രധാനമായിട്ടും അറിവിന്റെ നദിയിൽ എല്ലാവരെയും മുക്കിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, അത് ചുരുക്കി പറഞ്ഞാല്, പ്രിയമുള്ളവരെ, ആ കാലത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്കറിയാം, ജാതീയമായി തരംതിരിച്ചിട്ട് നിങ്ങൾ താണജാതിയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ നിൽക്കുമായിരുന്നു. ശരിയാണോ? അതിനെ എതിർക്കാൻ പോകുമായിരുന്നോ? ഇല്ല. അല്ലെങ്കിൽ എന്റെ കൂടെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, പിന്നെ മൂവാറ്റുപുഴക്കാരനായിട്ടുള്ള നമ്പൂരി മാഷുണ്ട്, നല്ല മനുഷ്യനാണ്. അതേ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ പറമ്പിൽ വന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ താഴെ താമസിക്കുന്ന ആളുകൾ വന്നിട്ട് പുരമയ്യാൻ വേണ്ടി ഓല ചോദിച്ചു. ഓല പനേന്റെ മുകളിൽ കയറി വെട്ടിക്കോളാൻ പറഞ്ഞു. മുകളിൽ നിന്ന് വെട്ടി താഴെട്ട് കഴിഞ്ഞപ്പോ ഇതിന്റെ ഉടമയായ എന്റെ മാഷ അച്ഛൻ നമ്പൂതിരി അവിടെ വന്നു. അച്ഛൻ നമ്പൂതിരി അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു, ഇവരോട് ഓല എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇവരെല്ലാരും കൊണ്ട് മാറിന്നു. അപ്പൊ അയാൾ പറഞ്ഞാൽ നിങ്ങൾ ഓല എടുത്തോളി. അന്നേരം പറഞ്ഞു, തമ്പ്രാൻ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒന്നും എടുക്കൂല. എന്താ പറഞ്ഞത്? കേൾക്കുന്നുണ്ടോ? തമ്പ്രാൻ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ എടുക്കൂല. എന്താ കാരണം? ഈ ആളുകൾക്ക് അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? അവരുടെ അടുത്ത് പോകാൻ പാടില്ല. അവരും അതുപോലെ അങ്ങനെയായിരുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ എന്തായി പോയിരിക്കുന്നുണ്ട്? ഈ അപകർഷതാബോധം ഉറച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് മാറണം. എന്ത് വേണം? അങ്ങനെയല്ല, സകല മനുഷ്യരും ഒരുപോലെയാണ് എന്ന് അറിയണമെങ്കിൽ അത് പഠിപ്പിക്കണ്ടേ? പിടികിട്ടിയോ? അതിനു മുമ്പ് എല്ലാവരും, അതായത് ഇവിടെ വേറെ ഉദാഹരണത്തിന്, ഇവിടെ ഒരു 500 സാധാരണക്കാർ നിൽക്കുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള താണജാതി എന്ന് വിധിക്കപ്പെട്ടത്, ജാതി ഒന്നേ ഉള്ളൂ എന്നുള്ളത് മറന്നു വരുത്. താണജാതിയാണെന്ന് വിചാരിക്കുന്ന മാറ്റി നിർത്തി 500 പേരും നിൽക്കുന്നുണ്ട് വിചാരിക്കാം. അതിൽപ്പെട്ട ഒരാളുടെ പേരിൽ ഒരു കുറ്റം ആരോപിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ പൊതു കിണറ്റിൽ നിന്ന് അയാൾ വെള്ളം എടുത്തു എന്നാ പരാതി ഇവിടുത്തെ നാട്ടുപ്രമാണിക്ക് കിട്ടി. അയാൾ ഉയർന്ന ജാതിക്കാരനാണ്. ആ ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള നാട്ടുപ്രമാണി
അയാള് 2-3 പരിചാരകരുമായിട്ട് ഇവിടെ വരുന്നു. ഈ പറഞ്ഞ കുറ്റം ചെയ്ത ആളെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് പരസ്യമായിട്ട് എടുത്തിട്ട് ചാവിട്ടി അടിച്ച് കയറി തലകീഴായി കെട്ടി നോക്കുന്നു. ഈ നോക്കി നിൽക്കുന്ന 500 പേരും അനങ്ങോ? നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അനങ്ങോ? ഇന്നാണെങ്കിലോ അന്നെന്താ അനങ്ങാത്തത്? നമ്മൾ അടിമകളായി പോയതാണ്. അത് നമ്മുടെ വിധിയാണ്. കർമ്മസിദ്ധാന്ത പ്രകാരം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ട് ചെയ്ത പാപങ്ങൾ കാരണമാണ് നമ്മൾ താണജാതി പിറന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ അനുഭവിക്കാനുള്ളവരാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുത്താലോ? ഇത് തെറ്റാണ്, ചിലർക്ക് വേർക്കാതെ പണിയെടുക്കാതെ തിന്നാൻ വേണ്ടി കണ്ടുപിടിച്ച തന്ത്രമാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്താലോ? ഇവിടെ കുറെ പേര് 10ാം ക്ലാസ് കഴിഞ്ഞവരിപ്പില്ലേ? നിങ്ങളൊക്കെ പണ്ട് 10ാം ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഫ്രഞ്ച് വിപ്ലവം പഠിച്ചിട്ടുണ്ടോ? പഠിച്ച ആരെങ്കിലും കൈ നോക്കിക്കുക. ഫ്രഞ്ച് വിപ്ലവം 1789 ഫ്രഞ്ച് വിപ്ലവം എങ്ങനെ നടന്നത്? ഇതേപോലെ ഫ്രാൻസിൽ മനുഷ്യരെ 3 തട്ടായി തിരിച്ചു. 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്. 10ാം ക്ലാസ്സിൽ ആരെങ്കിലും ഇരുന്ന് ആ 10ാം ക്ലാസ്സിലേക്ക് ഒന്നുകൂടെ കൊണ്ടുപോകാം. എന്നിട്ട് എന്താ പറയാം, 3ാം എസ്റ്റേറ്റുകാര് ഇവിടത്തെ പോലെ അടിമകളാക്കി മാറ്റിയ ആളുകളെ പോലെ ഏറ്റവും മോശപ്പെട്ടവർ. അവരെല്ലാം പണിയെടുക്കണം. മുഴുവൻ പണിയെടുക്കുന്നതും ആര് കൊണ്ട് തിന്നും? 1-2 എസ്റ്റേറ്റുകാർ കൊണ്ടുപോകും, രാജാവിന് കൊടുക്കണം. അങ്ങനെ ഭക്ഷണം കിട്ടാതെ പണിയെടുത്ത് എന്നും മരണത്തോട് മല്ലടിക്കുന്ന ആളുകൾക്കിടയിലേക്ക് 3 പേര് വന്നു. അത് റൂസോ, വോൾട്ടയർ, മൊണ്ടസ്കി എന്ന് പറയുന്ന ചിന്തകന്മാരാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു, എടോ നിങ്ങൾ അവരെ പോലുള്ള മനുഷ്യരാണ്, നിങ്ങളുടെ കണ്ണിന്റെ സ്ഥാനത്തല്ലേ അവരുടെ കണ്ണ്. ഈ പ്രഭുക്കന്മാരുടെ കണ്ണ് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ, അതുപോലെ തന്നെ മൂക്ക് അവിടെ തന്നെയല്ലേ, അവരുടെ മൂക്കിന് താഴെയല്ലേ തൊള്ള, നിങ്ങൾക്ക് അത് തന്നെയല്ലേ. മനുഷ്യരെല്ലാം തുല്യരാണോ? അവർ നിങ്ങളെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളെ പറ്റിക്കുന്ന ഗവൺമെന്റിനെ, രാജാവിനെ നിങ്ങൾ തൂത്തെറിയണം. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന്, നമ്മളെല്ലാവരും ചേർന്ന് നാട് ഭരിക്കണം. ഇത് തെറ്റാന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു മനസ്സിലാക്കിയപ്പോ എന്തായി? അത് ശരിയാണല്ലോ. അപ്പൊ ഈ പറഞ്ഞൊക്കെ ശരിയാണല്ലോ, നമ്മളിതുവരെ ഇങ്ങനെ കേട്ടിരുന്നതാണല്ലേ. അപ്പൊ അവരെല്ലാവരും കൂടെ സംഘടിച്ചു. അവരെല്ലാവരും കൂടെ സംഘടിച്ചിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് വന്നു. വിൻസ്റ്റൺ കൊട്ടാരത്തിലേക്ക്, ലൂയി 16ാമന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ പറഞ്ഞു, ബ്രെഡ് തരാൻ പറഞ്ഞു. അപ്പൊ അവിടെ രാജ്ഞി ഇറങ്ങി, മേരി അന്റോനിയറ്റ് എന്ന രാജ്ഞി ഇറങ്ങി അവരെ കളിയാക്കി. ഭക്ഷണം ചോദിച്ചു, അവർ ബ്രെഡ് എന്നാ ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ മന്തി ചോദിക്ക്, ബിരിയാണി ചോദിക്കുന്ന പറഞ്ഞ് കളിയാക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു 3 ആൾ അകത്തേക്ക് വരാൻ പറഞ്ഞു. പട്ടാളക്കാരൻ വിളിച്ചു. അകത്തേക്ക് പോയ 3 ആളുകളുടെയും തല അല്പം കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ ആ ജനം ഈരമ്പി പാഞ്ഞ് അകത്തേക്ക് കയറി. അകത്ത് കയറി എല്ലാത്തിനും പിടികൂടി രാജാവിനെ രാജ്ഞിനും തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഗില്ലറ്റിന് കീഴിൽ വധിച്ചു കളഞ്ഞ് അവർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഭരണം സ്ഥാപിച്ചു. അതെവിടെയാണ്? ഫ്രാൻസിൽ. ഇപ്പൊ നിങ്ങൾക്ക് മുതിർന്നവർക്ക് ഒന്നുകൂടെ മനസ്സിലായി കാണും. അറിവ് കിട്ടിയാൽ ആളുകളെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഇല്ല. ഇതാണ് ഗുരുദേവൻ ചെയ്ത മാർഗം. അറിവ് കിട്ടിയാൽ എന്താവും? പക്ഷെ നമ്മൾ ചെയ്ത മാർഗം, ഗുരുദേവൻ പറഞ്ഞു തന്നത് ഇതുപോലെ സംഘടിച്ചു പോയിട്ട് ആരെയും ഉപദ്രവിച്ച് പിടിച്ചെടുക്കാനല്ല. വേറെ മാർഗമാണ് പറഞ്ഞു തന്നത്. ഞാൻ ഇതിന് വേറൊരു ഉദാഹരണം പറയാം, എങ്ങനെയാണ് അറിവ് കിട്ടിയാൽ ആളുകൾ മാറുന്നതെന്ന്. കാലാപാനി എന്ന് പറയുന്ന സിനിമ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. ഞാൻ പറഞ്ഞ രംഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് മോഹൻലാലാണ്. മോഹൻലാൽ അതിനകത്ത് ഡോക്ടറാണ്. ഡോക്ടർ ഞാൻ വിദ്യാഭ്യാസമുള്ള ആളാണ് അല്ലെ. വേറെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വിഷയം. അപ്പൊ അതിനകത്ത് ഞാൻ കണ്ട ഒരു രംഗം, ആ രംഗത്തിൽ ഇപ്പൊ ഇവിടേക്ക് ഒരു സായിപ്പ് വരികയാണ്. സായിപ്പ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ നമ്മളെ ഭരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്, നല്ല തടിയനാണ്. ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഇവിടെ വണ്ടി വരാത്തത് കൊണ്ട് അന്ന് കൊണ്ടുവരുന്നത് പല്ലക്കിലാണ്. പല്ലക്കറിയാലോ? പല്ലക്കിന്റെ മുന്നിൽ 2 ആള്, പുറകിൽ 2 ആള്. അതെങ്ങനെയുള്ള ആളുകളായിരിക്കും? നല്ല ആരോഗ്യമുള്ള ആളുകളായിരിക്കൂലേ, നല്ല മസിൽ പവറുള്ള തടിമാടന്മാര്. മുന്നിൽ 2 ആള്, പുറകിൽ 2 ആള്. എന്നിട്ട് പല്ലക്കെടുത്ത് ഒരു വരികയാണ്, ഹോ ഹോയ് ഹോ ഹോയ് ഹോ ഹോയ്. ആരെയാ കൊണ്ടുവരുന്നത്? നമ്മളെ വിവിധ തരത്തിൽ ചൂഷണം ചെയ്തും അടിച്ചു കൊന്നും വെടിവെച്ചു കൊന്നും തടവിലാക്കിയും നമ്മുടെ സമ്പത്ത് മുഴുവൻ ഊറ്റിക്കൊണ്ടുപോകുന്ന, നമ്മളെ അടിച്ചമർത്തുന്ന ആളുകളല്ലേ അവര്. അപ്പൊ നമ്മളെ എല്ലാ തരത്തിലും ദ്രോഹിക്കുന്ന പ്രതിനിധിയാണ് എങ്ങനെ കൊണ്ടുവരുന്നത്? ചുവന്നുകൊണ്ട് വരുന്നത്. എങ്ങനെ കൊണ്ടുവരുന്നത്? ഇന്ന് ഞാനാടാ അവരെ ചോക്കുന്നത്, കണ്ടോടാ, ഇന്ന് എനിക്കാടാ പല്ലക്കെടുക്കാൻ കിട്ടിയത്. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ അഭിമാനിക്കുന്നത്? ഈ 4 പേര് എന്തുകൊണ്ടാണ് തല ഉയർത്തി അഭിമാനത്തോടെ കൊണ്ടുവരുന്നത്? അവർക്ക് വിദ്യാഭ്യാസം അഥവാ അറിവില്ലാത്തത് കൊണ്ട് അടിമത്വം അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അറിവില്ലാത്തവരെ അടിമകളാക്കി പൂട്ടിയിടാൻ ചങ്ങല വേണ്ട. ക്ലിയർ ആയാലും പറഞ്ഞത്, അറിവില്ലാത്തവരെ അടിമകളാക്കി പൂട്ടിയിടാൻ ചങ്ങല വേണ്ട. എന്നാൽ അറിവുള്ളവരെയോ? അറിവുള്ളവരെ പൂട്ടിയിട്ടാൽ ചങ്ങലയും പൊട്ടിക്കാൻ അവൻ ശ്രമിക്കോ ഇല്ലയോ? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇവിടെ ഈ 4 പേർക്കും അത് അറിയാത്തതുകൊണ്ട് അവരെ അഭിമാനത്തോടെ ചുവന്നോണ്ട് വരികയാണ് നമ്മളെ ഇങ്ങനെ കൊള്ളയടിക്കുന്നവനെ. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വണ്ടി. പല്ലക്കവിടെ വെച്ച ശേഷം അടുത്ത രംഗം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് സായിപ്പ് പുറത്തേക്ക് ഇറങ്ങാണ്. സായിപ്പ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉയരമുള്ള പല്ലക്കിൽ നിന്ന് അയാൾക്ക് ചാടി ഇറങ്ങാൻ പറ്റത്തില്ല, അത്ര തടിയാ. അതുകൊണ്ട് ഈ കൊണ്ടുവന്നതിൽ ഏറ്റവും ശക്തനായ ഒരാൾ കൈയും കാലും നിലത്ത് കുത്തി, മുട്ടുകുത്തി കുനിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് സായിപ്പ് ആ ഷൂസ് ഇട്ട കാലുകൊണ്ട് ഈ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആ മനുഷ്യന്റെ പുറത്ത് ചവിട്ടി ഇറങ്ങാൻ പോവുകയാണ്. നോക്കി നിൽക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ തടവിൽ നിൽക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഡോക്ടർ. അപ്പോ ഡോക്ടർ അതിനെ പ്രതികരിച്ചാൽ ആ ഉദ്യോഗസ്ഥന്റെ കീശെ കിടക്കുന്ന തോക്കെടുത്തിട്ട് വെടിവെച്ചു കൊല്ലാം. അതിനുള്ള അധികാരമുള്ള സാധ്യതയുണ്ട്, മരണം ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷേ
നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ അതിലും നല്ലത് മരണമാണെന്ന് ചിന്തിക്കുന്ന ആത്മാഭിമാന ബോധവും സ്വാതന്ത്ര്യ ബോധവും അറിവ് നേടിയ ആൾക്കുണ്ട്. അതുകൊണ്ട് ഈ മോഹൻലാൽ ആകുന്ന ഡോക്ടറെ കൂടി ചെന്നിട്ട് സായിപ്പ് ചവിട്ടാൻ പോകുമ്പോ ആ കാലങ്ങ് തട്ടി മാറ്റിയിട്ട് അവനെ പിടിച്ചങ്ങ് എഴുന്നേപ്പിച്ചു. എന്നിട്ട് ആ സായിപ്പിനോട് പറഞ്ഞു, an Indian's back is not a footboard. An Indian's back is not a footboard. തനിക്ക് ചവിട്ടി ഇറങ്ങാനുള്ള പടിയല്ലടാ ഇന്ത്യക്കാരന്റെ പുറമെന്ന് പറയാനുള്ള ആ ആർജവം എവിടുന്ന് കിട്ടിയതാ? അറിവിൽ നിന്ന് കിട്ടിയ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ പിടി കിട്ടിയ ഞാൻ പറഞ്ഞ എന്താണെന്ന്? ഇതാണ് ഗുരുദേവൻ ചെയ്തത്. അപ്പൊ ഗുരുദേവൻ എന്ത് ചെയ്തു? എല്ലാവരോടും വിദ്യാഭ്യാസനോ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. കേട്ടില്ലേ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക വിശ്വഗുരു അരുളി, അവസരാർത്ഥർ ആയിരങ്ങളതേറ്റുപാടി. കേട്ടോ? ഈ ഭക്തിഗാനോട് വെക്കാറില്ലേ? സംഘടിക്കുക ശക്തരാവുക വിശ്വഗുരു അരുളി, അവസരാർത്ഥർ ആയിരങ്ങളതേറ്റുപാടി. ഗുരുദേവൻ നിങ്ങളെല്ലാവരും സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു. വിദ്യാഭ്യാസവും ശുചിത്വവും ഉണ്ടായാൽ അയിത്തം താനേ മാറും. വിദ്യാഭ്യാസവും സംഘടന ഉണ്ടായാൽ ബാക്കിയെല്ലാം തനിയെ വന്നുകൊള്ളും. ഇതൊക്കെ മനസ്സിൽ കുറിച്ച് വെച്ചിട്ട് അടുത്ത മീറ്റിംഗ് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അത് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഗുരു പറഞ്ഞു കൊടുക്കുക മാത്രമല്ല കേട്ടോ ചെയ്തത്, പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. ശ്രീനാരായണ ഗുരുദേവൻ എവിടെയൊക്കെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയോ അവിടെയൊക്കെ സ്കൂളാക്കി, അവിടെയൊക്കെ സ്കൂൾ ഉണ്ടാക്കി. കേട്ടിട്ടുണ്ടോ? എല്ലായിടത്തും 33 പ്രതിഷ്ഠാകർമ്മങ്ങളാണ് പ്രധാനമായിട്ടും ഗുരുദേവൻ സ്വന്തം കരങ്ങളാലോ അല്ലെങ്കിൽ ഗുരുവിന്റെ സാന്നിധ്യത്തിലോ നിർവഹിച്ചത്. അവിടെ എല്ലാം ശിവഗിരിയിലടക്കം എല്ലായിടത്തും സ്കൂളുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ ഇത് മനസ്സിലാക്കിയിട്ട് NSS വന്നത് കേട്ടിട്ടുണ്ടോ? നായർ സർവീസ് സൊസൈറ്റി, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ അവരും തുടങ്ങിയ NSS ഉണ്ടാക്കി, അവർ സ്കൂൾ ആരംഭിച്ചു. ഇത് മനസ്സിലാക്കിയിട്ട് മഹാത്മാ അയ്യങ്കാളി രംഗത്തിറങ്ങി. കേട്ടിട്ടുണ്ടോ? മഹാത്മാ അയ്യങ്കാളി ഗുരുദേവനിൽ നിന്ന് ആവേശം കൊണ്ട് പഞ്ചമിയം കൊണ്ട് സ്കൂളിൽ പോയതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? സ്കൂളിൽ കൊണ്ടു ചെന്നപ്പോ അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പഞ്ചമി എന്ന് പറഞ്ഞാൽ പുലയ ബാലികയാ, കൊടുക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ വീണ്ടും അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ ആ പ്രദേശത്തുള്ള കർഷകരെ മുഴുവൻ സംഘടിപ്പിച്ചിട്ട് ഗുരുദേവനും പറഞ്ഞു അതിന് പണിയുണ്ട്, വയലിൽ ഇറങ്ങാതിരുന്നാൽ മതിയെന്ന്. അത് എല്ലാവരോടും പോയിട്ട് പറഞ്ഞു, പഞ്ചമിയ സ്കൂളിൽ പ്രവേശിക്കുന്നത് വരെ നമ്മൾ ഒറ്റ ഒരാൾ പോലും വയലിൽ ഇറങ്ങി കൊയ്യുമില്ല, നെല്ല് വിതയ്ക്കൂല, പറ്റൂല എന്ന് പറഞ്ഞു. അതാണ് കേട്ടില്ലേ? എന്താണ്? എത്ര എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം. കേട്ടോ? എത്ര എത്ര കതിരുകൾക്ക് വിത്തെറിഞ്ഞ കേരളം, വില്ലുവണ്ടി രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തിഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. കേട്ടിട്ടുണ്ടോ? പ്രഭാവതി എന്ന് പറയുന്ന ഗായിക മനോഹരമായി പാടി. കേട്ടില്ല? ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലോ, ഒന്ന് കേട്ടു നോക്കണം. അത് ഇതാണ് കാര്യം. ആ മഹാത്മാ അയ്യങ്കാളി രംഗത്തിറങ്ങി. എല്ലാവരും കൂടി ചേർന്ന് ഗുരുദേവൻ പറഞ്ഞ കടലിൽ ചാടാൻ പറഞ്ഞ ചാടും. കാരണം ഗുരു രക്ഷിക്കുമെന്ന് അറിയാം. എല്ലാ രക്ഷിതാക്കളും പറഞ്ഞു മക്കളെ എല്ലാം സ്കൂളിൽ വിടാൻ പറഞ്ഞു. എല്ലാവരും സ്കൂളിൽ വിട്ടു. അങ്ങനെ ആ സ്കൂളുകളിലൂടെ പഠിച്ച് ആദ്യത്തെ ഒരു ബാച്ച് എങ്ങനെ പഠിച്ചു? LP ക്ലാസ് പാസ്സായി വിചാരിക്കും അല്ലെ സഹോദരി? ആദ്യം പോയത് എന്ത് ചെയ്തു? LP പാസ്സായി. അവരുടെ മക്കൾ എന്തായി? അടുത്ത തലമുറ ഹൈസ്കൂളിൽ. അവരുടെ മക്കളോ ഒന്നുകൂടി പഠിച്ചു. ഇപ്പൊ എന്ത് സംഭവിച്ചറിയാമോ? പഠിച്ച് എല്ലാവർക്കും തിരിച്ചറിവായി. അപ്പൊ ആത്മാഭിമാനം സ്വാതന്ത്ര്യബോധം ഉണ്ടായി. അപ്പൊ അവർ ആലോചിക്കാൻ തുടങ്ങി, ഈ റോഡിൽ കൂടി നമുക്ക് നടന്നുകൂടെ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ റോഡിൽ കൂടി നമുക്ക് നടന്നുകൂടെ? നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൂടെ? അപ്പൊ കുട്ടിയൊക്കെ അറിയുന്നറിയില്ല. മക്കളെ അന്ന് നമുക്കൊന്നും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ല. അങ്ങനെയായിരുന്നു. ആണായാലും പെണ്ണായാലും അരയ്ക്ക് താഴെ മുട്ടിന് മുകളിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. പിടികിട്ടിയോ? എന്തൊരു ഇങ്ങനെ ഇത്രയും മോശപ്പെട്ട രാജ്യം വേറെ ലോകത്തിലില്ല. ഇങ്ങനെ മനുഷ്യനെ ഇത്ര മോശമായി ചിത്രീകരിച്ച ഒരു നാട് ലോകത്തിൽ എവിടെയില്ല. അതെല്ലാം കൂടി പറഞ്ഞ കുട്ടിയൊക്കെ നാണക്കേട് അവനെ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ അവർ പഠിച്ച തലമുറ എന്ത് ചോദിക്കാൻ തുടങ്ങി? ഗുരുദേവൻ പറഞ്ഞു കൊടുത്താണ് എന്ത് ചെയ്യണം? നമുക്ക് ക്ഷേത്രത്തിൽ പോകണം, നമുക്ക് റോഡേ നടക്കണം, ഞങ്ങൾക്ക് വസ്ത്രം ധരിക്കണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം അണിയണം, ഞങ്ങൾക്ക് ചെരുപ്പിടണം. മനസ്സിലാവുന്ന കുട്ടിക്ക് ഇതെല്ലാം ചോദിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ വിദ്യ കൊണ്ട് പ്രബുദ്ധരായപ്പോഴാണ്. അതാണ് ആയുധം കൊടുത്തത്. അങ്ങനെ അടുത്ത തലമുറ പറഞ്ഞു അവസാനം ചോദ്യം ചെയ്തു. അപ്പൊ ഗുരുദേവൻ പറഞ്ഞെങ്കിൽ നമുക്ക് തുടങ്ങാം. വൈക്കം സത്യാഗ്രഹം ഗുരുവിന്റെ അനുഗ്രഹത്താൽ തുടങ്ങി 603 ദിവസം ക്ഷേത്രത്തിൽ കയറാൻ അല്ലട്ടോ വൈക്കം സത്യാഗ്രഹം നടത്തിയത്. വൈക്കം സത്യാഗ്രഹം നടത്തിയത് ക്ഷേത്ര പരിസരത്തോടെ റോഡിൽ കൂടി നടക്കാനാ. ക്ഷേത്രത്തിന്റെ റോഡിൽ ചെന്നിട്ട് ക്ഷേത്രത്തിൽ കയറാൻ അത് ആദ്യം പറഞ്ഞില്ല. ഇതേ ചോദിച്ചുള്ളൂ. ഗാന്ധിജിയൊക്കെ വന്ന് നിങ്ങൾക്കറിയാം. ആ സമരം, അടുത്ത സമരം 1918 SNDP യോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ തീരുമാനമെടുത്തു. കൃഷിഭൂമി കർഷകന് സ്ത്രീകൾക്ക് തുല്യ ജോലിക്ക് തുല്യ കൂലി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ കൂലി, കൃഷിഭൂമി കർഷകന് തുടങ്ങിയ അവകാശങ്ങൾ, വിദ്യാഭ്യാസ അവകാശങ്ങളെല്ലാം ആവശ്യം മുന്നോട്ട് വെച്ചു. ഇങ്ങനെയുള്ള സമരങ്ങൾ ചെയ്തപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ സമരം ശക്തമായി ജനങ്ങളെല്ലാം പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം കൃഷിഭൂമിക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? കുറെ എത്തിക്കഴിഞ്ഞപ്പോ രാജാക്കന്മാർ, ബ്രിട്ടീഷുകാർ ഇടപെട്ടു, രാജാക്കന്മാർ ഇടപെട്ടു. തിരുവിതാംകൂറും കൊച്ചിയിലൊക്കെ കൃഷിഭൂമിയുടെ അവകാശം ഉടമസ്ഥർക്ക്, കൃഷി ചെയ്യുന്നവർക്ക് കൊടുക്കാൻ തുടങ്ങി. ഭൂപരിഷ്കരണം ഈ കേരളത്തിൽ കേരളം ഉണ്ടായി സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഭൂപരിഷ്കരണം ആരംഭിച്ചു എന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു.
പൂർണ്ണമായിട്ടല്ല, കുറഞ്ഞ തോതിൽ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇപ്പൊ അരോചകമാണെങ്കിലും അവസാനം ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും എന്തിനാ പറയുന്നത്. അങ്ങനെ കൃഷിഭൂമിയിൽ കൂട്ടിക്കിടപ്പുകാരെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ അറിയാലോ, ഇന്ന് ഇവിടെ കുടിൽ വെച്ച് കിടന്നാൽ നാളെ ജന്മിക്ക് ഇഷ്ടപ്പെട്ടില്ല, പൊളിച്ചു കളയും, പൊക്കോളാൻ പറയും. അതുകൊണ്ട് ഏത് കൃഷിയാ ചെയ്യുക? ഇന്ന് നട്ട് നാളെ മറ്റന്നാൾ പറിക്കാവുന്നതേ ചെയ്യത്തുള്ളൂ. തെങ്ങ്, കുരുമുളക്, ഏലം തുടങ്ങിയ കൃഷി ചെയ്യോ? റബ്ബർ അതൊന്നും നമുക്ക് കിട്ടൂല. കായാകുമ്പോഴത്തേക്ക് നമ്മളെ പറഞ്ഞു വിടും, കിട്ടൂലല്ലോ. ചങ്ങമ്പുഴയുടെ വാഴക്കൊല എല്ലാവർക്കും അറിയാലോ അല്ലേ, മലയപ്പുലയിൽ വാഴ നട്ടത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് കൃഷിയൊന്നും എവിടെ കാര്യവും നടക്കുന്നില്ല. അപ്പൊ ഈ കൃഷിഭൂമി എന്ത് ചെയ്തു? നിയമം മൂലം വന്നു, കർഷകർക്ക് ഉടമസ്ഥാവകാശം കിട്ടി തുടങ്ങി. അങ്ങനെ അവസാനം കേരളം ഉണ്ടായി. കേരളത്തിലെ ഗവൺമെന്റുകൾ ഭൂപരിഷ്കരണ നിയമം പാസാക്കി, എല്ലാവർക്കും ഭൂമി കിട്ടി. ശരിയാണോ? എനിക്കും അങ്ങനെ, എന്റെ കുടുംബത്തിനും അങ്ങനെ കിട്ടിയതാണ്. നിങ്ങൾക്കൊക്കെ ഇവിടെ മലബാറിലായതുകൊണ്ട് കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഭൂമി കിട്ടിയ ശേഷം ഉണ്ടായത് അതിലേക്കും കൂടി പറയാം. ഞാൻ എന്റെ നേരിട്ട് കണ്ടത് പറയാൻ ബാക്കി. അങ്ങനെ എല്ലാവർക്കും ഭൂമി കിട്ടി. ഞങ്ങൾക്ക് ഒരു 3-4 ഏക്കർ സ്ഥലം സ്വന്തം. അപ്പൊ സ്വന്തം ഭൂമിയിൽ എങ്ങനെ കൃഷി ചെയ്യാം? അതിന് മുമ്പ് ഭൂമിയുണ്ട്, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പട്ടിണി ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം അന്ന് കാട് മൂടി കിടക്കുന്നു, മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും പരന്നും എല്ലാം ഉണ്ട്. ഒന്നും ഒരു കാര്യവും കിട്ടില്ല, ഒന്നും കിട്ടത്തില്ല. പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യവും. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തത്? അന്നാണ് റേഡിയോ വരുന്നത്. റേഡിയോ പിന്നെന്താണ് വന്നിട്ടുള്ളത്? കൃഷിഭഗവാൻ കേട്ടോ, കൃഷിഭവൻ എന്നും പറയും. ഇത് കൃഷിഭവനിലൂടെ വിവരം തരുന്നു, റേഡിയോയിൽ കൃഷിപാഠം തരുന്നുണ്ട് പറഞ്ഞു. അന്ന് ഞങ്ങൾ ചെയ്ത് പറയാം, ഇവിടുത്തെ ആ കൃഷി ഉണ്ടോ എനിക്കറിയില്ല. 66-105 എന്ന് പറഞ്ഞ ബഡ് റബ്ബർ ഉണ്ട്. അത് വാങ്ങി നിങ്ങൾ കൃഷി ചെയ്താൽ 5 കൊല്ലം കഴിയുമ്പോൾ 100 മരത്തിന് 14 റബ്ബർ ഷീറ്റ് വരെ കിട്ടും. ഇത് മനസ്സിലാക്കിയിട്ട് എന്റെ അച്ഛൻ എവിടെയോ പോയിട്ട് റബ്ബർ മരങ്ങളുടെ ഈ ബഡ് റബ്ബർ തൈകൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്റത് മാത്രമല്ല, എല്ലാവരും ചെയ്തതാണ്. പക്ഷെ ഞാൻ എന്നെയാണ് ആദ്യം പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 4 മക്കളും അച്ഛനും കൂടെ ചേർന്ന്, കൂലി കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ കാട് വെട്ടി തെളിച്ച് ഞങ്ങൾ തന്നെ കുഴിയെടുത്ത് നേരെ ലൈനായിട്ട് മരം നട്ട് വേനലിലും വെള്ളം ഒഴിച്ച് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ റബ്ബർ നന്നായി വളർന്നു, ടാപ്പിംഗ് തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ഓല കെട്ടിയ വീടിന്റെ റോഡ് സൈഡിലാണ്, ഓല കെട്ടിയ വീടിന്റെ സൈഡിൽ അയലുമേൽ 10-40 റബ്ബർ ഷീറ്റ് തൂങ്ങിക്കിടക്കാണ്. ആഹാ, നിങ്ങൾക്കൊരു സന്തോഷമില്ല ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട്? അങ്ങനെ റബ്ബർ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യാ? അതുകൊണ്ട് വിൽക്കൂലേ? അത് കുറെ പേര് ഇതുവരെ എല്ലാവർക്കും ഇങ്ങനെ റബ്ബറിന്റെ വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എന്താ തോന്നുക? അപ്പൊ അവിടെ മോഹൻമാഷുണ്ട്, മോഹൻമാഷ് തോന്നി റബ്ബർ ഞാൻ വാങ്ങിയാൽ അത് പിന്നെ കൊച്ചിയിലോ കോഴിക്കോട്ടോ കൊണ്ട് കൊടുത്താൽ പോരെ. അപ്പൊ അദ്ദേഹം ഒരു കട തുടങ്ങോ ഇല്ലയോ? ഒരു ജംഗ്ഷനിൽ ഒരു കട വന്നോ ഇല്ലയോ? ഇല്ലേ. പിന്നെ ഞങ്ങൾക്ക് പൈസ ഉണ്ടായപ്പോൾ ഞങ്ങൾ തുണി വാങ്ങാൻ തുടങ്ങി, ഉടുപ്പൊക്കെ. അതിനുമ്പ് ഉടുപ്പൊന്നും വാങ്ങാറില്ല. ഇവിടുന്ന് താഴെ ചാടി പോകുന്ന വള്ളിയേക്കറിട്ട് സ്കൂളിൽ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ വാങ്ങാൻ തുടങ്ങി, ചെരുപ്പ് വാങ്ങാൻ തുടങ്ങിയാൽ, വീട്ടിൽ അരി സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി, ആ കട അവിടെ ഉണ്ടാവില്ലയോ? ഉണ്ടാവോ? മുതിർന്നവർക്ക് മനസ്സിലായോ അതിന്റെ സാമ്പത്തിക ശാസ്ത്രം? അവിടെ വിവിധ തരത്തിലുള്ള കടകൾ വന്നു. കടകൾ വരണമെങ്കിൽ വണ്ടി വരണ്ടേ? തെങ്ങുംതടി പാലം ഇനി പറ്റുമോ? പാലം മാറണ്ടേ? റോഡ് വരണ്ടേ? അങ്ങനെ അത് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഉത്പാദനം നടക്കണ്ടേ? അപ്പൊ വ്യവസായം വന്നു, കച്ചവടം വന്നു, വ്യാപാരം വന്നു, ആർത്താവിനീയ സൗകര്യങ്ങൾ വന്നു. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അങ്ങാടികൾ ഉണ്ടായതെന്ന് പിടികിട്ടിയോ? അത് പിന്നീട് പുരോഗതി നേടിയാണ് ഇന്നത്തെ നെല്ലിക്കാപ്പറമ്പ് ഉണ്ടായത് എന്ന് മനസ്സിലായോ? അല്ലേ? ഈ നാടും അങ്ങനെയല്ലേ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞല്ലോ ഇത്തരം സംഭവം. അങ്ങനെയാണെങ്കിൽ ഈ നിലയിലേക്ക് ആളുകളെയെല്ലാം മാറ്റിമറിച്ചത് പ്രധാനമായിട്ടും അറിവിലൂടെ അവകാശബോധം ഉണ്ടായി, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി, സ്വന്തം കൃഷിഭൂമിയും വിദ്യാഭ്യാസം ഉണ്ടായി. അതിൽ നിന്നല്ലേ എല്ലാം പച്ചപിടിച്ചുണ്ടായത്, സകല മാറ്റങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇരിക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കേരളത്തിൽ, ഗുരുദേവന്റെ കാലഘട്ടത്തിലും ഇന്ന് ജീവിക്കുന്നവരും ഇനി എക്കാലത്തും കേരളത്തിൽ ജീവിക്കുന്നവരും ഓർക്കണോ വേണ്ടയോ? അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഗുരുദേവൻ അങ്ങനെ ഒരു പോരാട്ടം നടത്തിയിട്ടില്ലായിരുന്നു, നടക്കുമായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ മനസ്സിലായോ? അതാണ് ഗുരുദേവന്റെ പ്രാധാന്യം. അത് തന്നെയാണ് നമ്മുടെ കടമ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിൽ, സമയത്തിന്റെ തന്നെ സൂചിപ്പിക്കണേ, ഈ പ്രസ്ഥാനത്തിൽ നമുക്കാകാവുന്നത് നമ്മൾ ചെയ്തില്ലെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് എന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നത് ഉത്തമം. അത് ഞാൻ ബാക്കി പറയാൻ മറന്നുപോയി. അത് നിങ്ങളോട് കൂടിയാ. എന്താണെന്നറിയോ? നല്ലതല്ലാത്ത കാര്യം ആരെങ്കിലും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കണം കേട്ടോ. മറക്കൂല. 45 വർഷം മുമ്പ് എന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന അന്ന് എന്റെ അമ്മായിമ്മ അന്ന് രാത്രി എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നും മറന്നിട്ടില്ല. അറിയാമോ? എന്തിനാണോ അങ്ങനെ ഓർത്ത് വെക്കുന്നത്? മനസ്സിലായോ? അങ്ങനെയുള്ളതൊക്കെ വിട്ടുകളയുക, നല്ലത് മാത്രം ഓർത്തിരിക്കാനാണ് ഗുരു പഠിപ്പിച്ചത്. എന്നത് പറഞ്ഞതുപോലെ നമുക്ക് ഇതെല്ലാം സംവിധാനം ഇങ്ങനെ കെട്ടിപ്പൊക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ഈ സംഘടനയുടെ കൂടുതൽ അങ്ങനെ പറഞ്ഞു പോകുന്നില്ല. ഇനി ഞാൻ ഇവിടെ കൂടിയ ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം പറയട്ടെ. എന്തിനാണ് നമ്മൾ കൂടുന്നത്? അതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നു. എന്തിനാണ് നമ്മൾ ഇങ്ങനെ സംഘടനാ സംവിധാനത്തിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്? നിങ്ങൾ അറിയാലോ, നേരത്തെ സാർ സൂചിപ്പിച്ചല്ലോ, നമുക്ക് ചിലത് യോജിപ്പുണ്ട്, വിയോജിപ്പുണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് കൈകോർത്തൂടെ? വേറൊന്നും നിങ്ങൾ തരേണ്ട. പിന്നെ എന്ത് വേണം? നാം ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്കുണ്ടാക്കാൻ എന്തെല്ലാം കഴിയും, ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് എന്ത് നേടിക്കൊടുത്തിട്ട് നാട് വിട്ടു പോകാൻ കഴിയും എന്ന ചിന്തയിലായിരിക്കണം നമ്മൾ പ്രാധാന്യം നൽകി
നൽകേണ്ടത്. ഭരണം ആരും നടത്തട്ടെ, നേതാവ് ആരെങ്കിലും ആട്ടെ, പക്ഷേ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ, നമ്മൾ കൈകോർക്കാൻ, പരസ്പരം താങ്ങും തടലുമാകാൻ ഇതിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒന്നും തെരഞ്ഞു പോരണ്ടല്ലോ. നമ്മുടെ ആശയം ആദർശം പോരെ, ഗുരുവിന്റെ ആദർശം പോരെ. യഥാർത്ഥത്തിൽ അതിന്റെ സ്ഥാപകൻ ഗുരുദേവനാണല്ലോ, ഗുരുവിന്റെ ആശയം നമുക്കറിയാമല്ലോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്താണ് ഇതിന്റെ ഗുണം എന്ന് ചോദിച്ചാൽ ഒരെണ്ണം ഞാൻ പറയാം. എന്റെ അനുഭവം ഉള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. കണ്ടതും കേട്ടതും അല്ലാതെ പറയേണ്ടതില്ല. ഒരു ഉദാഹരണം പറയാം. എന്റെ നാട്ടിലൊരു SNDP ശാഖയിൽ സംഭവിച്ചത്. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും 3 മക്കളും. ഈ അച്ഛൻ നേരത്തെ ഞാനൊക്കെ പറഞ്ഞതുപോലെ വളരെ ദാരിദ്ര്യം പിടിച്ച ജീവിതം കൊണ്ട് അങ്ങേറ്റം ദുരിതം അനുഭവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാനൊരു പേരൊന്ന് മാറ്റി പറഞ്ഞേക്കാം അല്ലെ, തൽക്കാലം ഭരതൻ എന്ന് പറയാം. ഒറിജിനൽ പേര് നിങ്ങൾ പിന്നെ പറഞ്ഞുതരാം, അത് മൂപ്പർക്കൊക്കെ അറിയുന്ന പേര് അതുകൊണ്ടാണ്. അപ്പൊ ഈ ഭരതനും ഭാരതിയാന്ന് വിചാരിക്കാം, ഡ്യൂപ്ലിക്കേറ്റ് വരാട്ടോ. എന്താട്ടെ, അപ്പൊ ഈ ഭരതൻ എന്ന് പറഞ്ഞ ആള് നല്ല ഉത്സാഹിയായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീടുകളിലൊക്കെ കയറിയിട്ട് തേങ്ങ പൈസ കൊടുത്ത്, ചെറിയ പൈസ 2 പൈസ 1 പൈസയ്ക്ക് അത് വിലയുള്ളൂ, മേടിച്ചിട്ട് അത് പൊളിക്കും. എന്നിട്ട് അത് പൊളിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ 2 ദിവസം കൂടുതൽ കിട്ടും. ഇങ്ങനെയൊക്കെ വിശപ്പടക്കി ജീവിച്ച ആ കുട്ടി പക്ഷെ നല്ല മനുഷ്യനായിരുന്നു, വഴി തെറ്റി പോയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നല്ല നിലയ്ക്ക് വന്നിട്ട് ഉത്സാഹത്തോടെ ഉയർന്ന് നല്ല നിലയെത്തി കോഴിക്കോട്ട് ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി ധാരാളം പൈസ സമ്പാദിച്ചു. ഒരു നല്ല കല്യാണം കഴിച്ചു. ഒന്നേ കഴിച്ചുള്ളൂ കേട്ടോ. കല്യാണം കഴിച്ച് നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി 2 നില വീട് സുഖമായി ജീവിക്കാൻ തുടങ്ങി. 3 മക്കൾ, അത് ആൺമക്കളാണ് ഉണ്ടായത്. ആണായാലും പെണ്ണായാലും ഒരുപോലെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു ഗുണം കൂടെ ഉണ്ട്, പെൺകുട്ടികളാണെങ്കിൽ കൂടെ ഉണ്ടാവും, ആവശ്യകാലത്ത് നമ്മളെ സംരക്ഷിക്കും. ആൺകുട്ടിയാണെങ്കിൽ യൂറോപ്പിൽ ഇരുന്നിട്ട് വാട്സാപ്പിൽ കൈ കാണിക്കും. നമ്മളൊക്കെ ആ കൈ കണ്ടോണ്ടിരിക്കുമ്പോൾ ശരിയല്ലേ? അതുകൊണ്ട് പെൺകുട്ടികളെ കുറച്ച് അവർ നഴ്സിംഗ് പഠിച്ചാൽ അവരും പോകും. എന്നാലും അത് ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഓർത്താ പറയാം. അതൊരു അത്യാവശ്യം. ആ കൂട്ടത്തിൽ ഒരു വാക്ക് പറയട്ടെ മക്കളെ, പഠിച്ചു മിടുക്കരായി ഉയരങ്ങളിലെത്തി ജോലിയൊക്കെ കിട്ടുമ്പോൾ എന്റെ ഒരു അപേക്ഷയാണ്, ഏതെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെങ്കിലും കിട്ടാവുന്ന ജോലിക്ക് വേണ്ടി പോരാടി അതാണ് വാങ്ങുന്നതിന് 1ാം സ്ഥാനം കൊടുക്കേണ്ടത്. അങ്ങനെ കഴിഞ്ഞിട്ട് മാത്രമേ യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും പറക്കാവൂ. അല്ലെങ്കിൽ നിങ്ങളെ ഈ നിലയിൽ എത്തിച്ച ഇല്ലേ, ഒരുപാട് രാത്രികൾ നിങ്ങളെ ആശുപത്രിയിൽ കാവലിരുന്ന, നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്ന മന്തിയിൽ 3 ചിക്കൻ പീസ് ഉണ്ടായിട്ട് നിങ്ങൾ ആർത്തിയോടെ തിന്നുന്നത് കണ്ടപ്പോൾ എനിക്കിന്ന് വിശപ്പില്ല, നല്ല ഗ്യാസ് ആണ് എന്ന് പറഞ്ഞ അച്ഛനുണ്ടല്ലോ. അമ്മ പറയാണ്, ഞാൻ പണ്ടേ പൊരിച്ചത് തിന്നാറില്ല, ഞാൻ കറി വെച്ചത് കൂട്ടാറുള്ളൂ. ഈ പൊരിച്ചത് തിന്നാത്തതും ഈ വയറിന്റെ ഗ്യാസും പുത്രസ്നേഹം എന്നാണ് അതിന്റെ പേര്. അത് മക്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അതുപോലെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളൊരു പരീക്ഷയ്ക്ക് ഫുൾ A+, 9 A+, 10 A+, എത്ര A+ വാങ്ങിയാലും ഏറ്റവും അധികം നിങ്ങളെക്കാളും സന്തോഷിക്കുന്ന ആരാന്നറിയാമോ? മക്കൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളൊരു പരീക്ഷയ്ക്ക് ജയിച്ചാൽ, നിങ്ങൾക്കൊരു സമ്മാനം കിട്ടിയാൽ ഇന്ന് ഈ സമ്മാനം വാങ്ങുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആരാന്നറിയോ? നിങ്ങളുടെ അച്ഛനും അമ്മയാണ്. അപ്പൊ നിങ്ങളൊരു പരീക്ഷയ്ക്ക് ജയിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാണ്? അച്ഛനും അമ്മയും. അങ്ങനെയാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ തോറ്റുപോയാൽ ഏറ്റവും അധികം സങ്കടപ്പെടുന്നവരാണ് അച്ഛനും അമ്മയും. അപ്പോൾ അവർ പറയുന്ന വഴക്ക് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. അതിന് പിണങ്ങുകയും നാട് വിട്ടുപോവുകയും ഇപ്പൊ ഞാൻ കാണിച്ചു തരാമെന്ന് പറയോ, വെറുപ്പിക്കാന്ന് പറയോ? ഇല്ലല്ലോ, നിങ്ങൾ നല്ല മക്കളല്ലേ. നിന്റെ നാട്ടിലൊക്കെ അങ്ങനെയാ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഏതായാലും അങ്ങനെ ഇപ്പൊ പറഞ്ഞു തന്നെ എന്താണെന്ന് ആകെ മാറിപ്പോയി. അപ്പൊ എന്തായിരുന്നു പക്ഷെ നമ്മള് പറഞ്ഞത്? ഭരതനും ഭാരതി. അപ്പൊ അമേരിക്കയിൽ ആയിക്കോട്ടെ ഭരതനും ഭാരതി ഓർമ്മ ഉണ്ടല്ലേ. അപ്പൊ ഇവര് അങ്ങനെ 3 പെൺകുട്ടീന്റെ ആൺകുട്ടീനും പറഞ്ഞപ്പോ എല്ലാം കണക്കാന്ന് അവസാനം ബോത്താറ് മാത്രമായിരിക്കും അല്ലേ, എല്ലാം കണക്ക്. പണ്ടാണ് പെൺകുട്ടി എങ്കിലും നാട്ടിലുണ്ടാവും, അപ്പൊ ആരും ഇല്ല. സത്യമായിട്ടോ, എന്ത് പറ്റേ. അപ്പൊ അതൊക്കെ കാലത്തിനനുസരിച്ച് അവർ പോകും, നമ്മൾ തടയാൻ പറ്റും. അവരുടെ ആഗ്രഹങ്ങളും ജീവിത സാഹചര്യം അങ്ങനെയാണെന്നുള്ളത് കൊണ്ടൊക്കെ. ഏതായാലും ഞാൻ പറഞ്ഞതാണ് പരമാവധി കൊടുത്തത്. ആ പോട്ടെ. അപ്പൊ ഈ ഭരതനും ഭാരതി അതാണ് 3 മക്കള്. ഇനി ഞാനീ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്, മൂത്ത കുട്ടി 9ാം ക്ലാസ്സിലും 2ാമത്തെ കുട്ടി 6ാം ക്ലാസ്സിലും ഇളയ കുട്ടി 3ാം ക്ലാസ്സിലുള്ളപ്പോഴാണ്. പഠിക്കുന്നത് നമ്മുടെ കോഴിക്കോടേക്ക് പോകുന്ന ഒരു വഴിക്കാണ്. ഇതാരും കേട്ടാൽ ആളെ തിരിയാതിരിക്കാൻ വേണ്ടി സ്ഥലം പറയാത്തത്. അപ്പൊ അവിടെ ഈ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള കന്യാസ്ത്രീ ഈ പറഞ്ഞ ഭരതന് ഒരു കത്ത് കൊടുത്തു വെച്ച് മൂത്തവന്റെ അടുത്ത് നാളെ സ്കൂളിൽ വരാൻ. അപ്പൊ പിറ്റേ ദിവസം സ്കൂളിൽ ഈ പറഞ്ഞ ആള് പേരറിയാണ്ട് വന്നു പോവുക. അദ്ദേഹത്തിന്റെ കാർ എടുത്ത് വളരെ സന്തോഷവാനായി ഏറ്റവും നല്ല ഷർട്ടൊക്കെ ഇട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ വണ്ടി നിർത്തിയിട്ട് ചാടി കയറി ഓഫീസിലേക്ക് ചെന്നു. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു ടേക്ക് യുവർ സീറ്റ് എന്ന്. അപ്പൊ നേരത്തെ പോയിട്ടുള്ള മുമ്പർക്ക് മനസ്സിലായി സീറ്റ് എടുക്കാനില്ല, അതിൽ ഇരിക്കാനാണ്. അവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, മിസ്റ്റർ ഭരതൻ താങ്കളോട് വരാൻ പറഞ്ഞത് താങ്കളുടെ കുട്ടികൾ ഈ കഴിഞ്ഞ പരീക്ഷ 3 പരീക്ഷയ്ക്കും എല്ലാ വിഷയത്തിലും തോറ്റു, ക്രിസ്മസ് പരീക്ഷയ്ക്ക് 3 പേരും എല്ലാ വിഷയത്തിലും തോറ്റുപോയി. അവരെ എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് TC തന്നു വിടാനാണ് നിങ്ങൾ വിളിച്ചത്. അയാൾ ഞെട്ടിപ്പോയി. എന്താണ് ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അടിസ്ഥാന കാരണമുണ്ട്, ഞാൻ മുന്നേ പറയേണ്ടതായിരുന്നു. അതായത് ഈ കാലത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി. മക്കൾ 9ലും 6ലും 3ലും പഠിക്കുന്ന സമയത്ത് ടെലിവിഷൻ വ്യാപകമായ ഒരു സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബൂത്തൊക്കെ വെച്ചിട്ട് TV കാണാനൊക്കെ തുടങ്ങി. ചില വീട്ടിലുണ്ട്, നമ്മളെല്ലാവരും കൂടെ കാണാൻ പോയത് ഓർമ്മയുണ്ടോ? അങ്ങനെ TV വന്നപ്പോ ഇദ്ദേഹം കോഴിക്കോട് നിന്ന് ഒരു TV വാങ്ങിച്ചോണ്ട് വന്നു. കൂട്ടത്തിൽ അന്ന് റിബൺ പോലെ ചുറ്റി വെച്ചിട്ട് സിനിമ കാണുന്ന ഒരു സാധനം ഉണ്ട്, VCP എന്നോ എന്തോ അതിന്റെ പേര്. ഇങ്ങനെ റിബൺ അഴിച്ച റിബൺ ഇങ്ങനെ നീളത്തിലുണ്ടാവും, VCR അല്ലേ. അതില് കാസറ്റും കൊണ്ടുവരും. കോഴിക്കോട്
ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഫുട്ബോൾ കാണാൻ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണൂലേ? ഇപ്പൊ മോഹനമാഷ വീട്ടിൽ TV കണ്ടാലും ഫുട്ബോൾ കാണാൻ എന്ത് ചെയ്യും? നേരെ ശ്രീധരേട്ടന്റെ അല്ല ആരെങ്കിലും വീട്ടിൽ പോയിട്ട് കൈയടിച്ച് തൂക്കി വിളിച്ച് കാണും. അതെന്റെ ത്രില്ലാണ്. അതുപോലെ ഇദ്ദേഹം വളരെ സ്നേഹസമ്പന്നനാണ്. എന്നെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല. നമ്മളാണെങ്കിൽ TV കാണാൻ അയൽവക്കക്കാർ വന്നാൽ 1-2 ദിവസം കാണിക്കും, പിന്നെ നമ്മൾ യൂസ് വരും. അല്ല പിന്നെ നമ്മൾ പൈസ ദിവസം മേടിച്ചല്ലേ അല്ലേ? പക്ഷെ അദ്ദേഹം സ്നേഹം, അതുകൊണ്ട് എല്ലാവരും വിളിക്കും, ഇന്ന് ഈ സിനിമയാ, വന്നോളി. എല്ലാവരും വന്ന് കാണും, രാത്രി വരെ ഇരിക്കും. ഇതെല്ലാം പറഞ്ഞ് സന്തോഷിക്കും. കട്ടൻ കാപ്പി അതുപോലെ മിക്സർ എല്ലാം അവിടുന്ന് കിട്ടും. എന്ത് സംഭവിച്ചു? അങ്ങനെ പോയി ആണ് പ്രിൻസിപ്പൾ കത്ത് കൊടുത്ത് അച്ഛനെ വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇതാ നോക്ക് പ്രോഗ്രസ് കാർഡ് നോക്കിയേ, കണ്ടാ? മലയാളത്തിന് 3, ഇംഗ്ലീഷിന് 2. കുട്ടി കണ്ടോ അത്? ഇങ്ങനെ തോറ്റു പോകുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമല്ല ഇത്. അതുകൊണ്ട് 3 പേരുടെ TC ഇതാ ഒപ്പിട്ടോളി. 3 പേരുടെ അയാൾ പൊട്ടിക്കരഞ്ഞു പോയി. എന്റെ പൊന്നു സിസ്റ്ററെ, എന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഞാൻ ഇതുവരെ വന്നത്. ഈ കുട്ടികളെ ഞാനിവിടെ പഠിപ്പിക്കാൻ ലഭിച്ച എന്റെ ജീവിതത്തിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കണം എന്ന സ്വപ്നത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് അവരെ കൊണ്ടുപോകാൻ പറയുന്നത് ഇയാൾ കരഞ്ഞു പറഞ്ഞു. അവസാനം ആ കണ്ണുനീരിന് മുമ്പേ കന്യാസ്ത്രീയുടെ മനസ്സിൽ അലിഞ്ഞു ചെയ്യും. അവസാനം അവർ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് വെക്ക്, അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർത്തുമല്ലേ, അന്ന് വിളിച്ചു വരുത്തുമല്ലേ, പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഭരതൻ ഇതാ ഇങ്ങനെ ഇരിക്കുന്നു, ഭാരതി ഇതാ ഇങ്ങനെ ഇരിക്കുന്നു. അടുത്ത ദിവസമാണ് SNDP യോഗത്തിന്റെ കുടുംബസംഗമം നടക്കുന്നത്. കുടുംബസംഗമം അറിയില്ല, നമുക്ക് കുടുംബ യൂണിറ്റ് ഉണ്ടായിരുന്നില്ലേ? കുടുംബ യൂണിറ്റിൽ ഈ വിഷയം പറഞ്ഞതുകൊണ്ട് അന്നത്തെ വിഷയം രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസത്തിലെ പങ്ക് എന്ന ഒരു ക്ലാസ്സാണ് എടുത്തത്, ബോധവൽക്കരണ ക്ലാസ്. അങ്ങനെ ആ ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നില്ല, അല്ല എന്ത് പഠിപ്പിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അപ്പൊ ഞാൻ മോഹനമാഷ ഒന്ന് കൈകൊണ്ട് ചെവിയിൽ എന്ന് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല. അപ്പൊ മൂപ്പര് ഒരു കുപ്പി വെള്ളം കൊണ്ടുവരികയാണ്, നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ വെള്ളമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതല്ലേ അവിടെ പഠിപ്പിച്ചെന്ന് മനസ്സിലായില്ലേ? അപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോയി, എല്ലാവരും വീട്ടിൽ പോയതുപോലെ അവരും പോയി. അത് പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ ഈ ഭരതൻ കോഴിക്കോട്ട് പോയി. സാധാരണ 8-9 മണിയാകുമ്പോൾ പോകും, രാത്രി ഒരു 6-7 മണിക്കാണ് വരുന്നത്. അപ്പൊ അന്ന് പതിവ് പോലെ അദ്ദേഹം വന്നു കഴിയുമ്പോൾ കയ്യിൽ പേപ്പറിൽ നീളത്തിൽ ചുരുട്ടിയ ഒരു പൊതിയുണ്ട്. ഈ പൊതിക്കകത്തുള്ളത് വള്ളിച്ചൂരലാണ്. ഖാദി ബോർഡിന്റെ വള്ളിച്ചൂരൽ വാങ്ങാൻ കിട്ടും. കുട്ടികളെ തല്ലാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് തല്ലണ്ട, അവർ ചൈൽഡ് ലൈൻ കേസ് കൊടുക്കും, അതുകൊണ്ട് വേണ്ട. അന്ന് തല്ലാമായിരുന്നു. ഏതായാലും വടി അവിടെ കൊണ്ടുവച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചൊരു വട്ടമേ സമ്മേളനം. 3 മക്കളും അമ്മയും വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, ഇന്ന് ഇവിടെ മുതൽ ഒരു മാറ്റമാണ്. എന്താന്ന് ചോദിച്ചു, ഇനിമേലാൽ ഈ വീട്ടിൽ രാത്രി 10 മണിക്ക് മുമ്പ് TV തുറന്നാൽ അടിച്ച് പുറഞ്ഞാൻ പൊളിക്കും. ഭാര്യയോട് പറഞ്ഞു, നിന്നോട് കൂടെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടതായതുകൊണ്ട് ഭാര്യ പറഞ്ഞു, അല്ലെ എന്റെ ആങ്ങളമാരൊക്കെ അറിയുമെന്ന് ചോദിച്ചാൽ, പക്ഷെ എന്താണ് ക്ലാസ് കേട്ടതുകൊണ്ട് അതിന് കാര്യം മനസ്സിലായി. നിങ്ങൾ എന്ത് പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ TV എടുത്ത് മേലെ വെക്കാൻ പോകുന്നു, മുകളിലത്തെ നിലയെ കൊണ്ട് വെച്ചു. ഇനി മേലാൽ 10 മണിക്ക് തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടികൾ പഠിച്ചോളാൻ പറഞ്ഞു. പിന്നെ അന്ന് അവിടെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം മുതൽ ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ നോക്കുക, ഭേദഗതി നിങ്ങളുടെ സാഹചര്യത്തിനും. അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരണമെന്ന് ആരോ പറഞ്ഞിട്ടില്ലേ? ഞാനല്ല പറഞ്ഞു, ഗുരുദേവനും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സനാതന ധർമ്മം അതാ കുട്ടി പറയുന്നത്. കുട്ടി എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത്? സൂര്യോദയത്തിന് മുമ്പോ? അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, സൂര്യോദയം പോകുന്ന 9 മണിക്കാ. അത് ബസ്സാ. അപ്പൊ ബ്രാഹ്മ മുഹൂർത്തം ഇല്ലേ? ഗുരുദേവൻ പറഞ്ഞു, ഉഷസ്സേവ്യ സമുദ്ധായാൻ ധ്യാത്വാ ദേവമനുസ്മരൻ. ഉഷസ്സിൽ ഉണർന്നെഴുന്നേറ്റ് ഈശ്വര വിചാരത്തോടു കൂടി ജീവിതം തുടങ്ങും, നിങ്ങൾ വിജയിക്കുന്ന. അങ്ങനെ ഇതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാം? 5 മണിക്ക് ഉണർന്നിട്ട് എന്താ ചെയ്യുന്നറിയാം? സാധാരണ ഞാനാണെങ്കിൽ എന്തറിയോ, എന്റെ ഭാര്യനെ വിളിച്ചിട്ട് മക്കളെ പോയി വിളിക്കടേ എന്ന് പറയും. നമ്മൾ ജയനില്ല, പഴയ ജയനെ അറിയോ? മക്കളെ പോയി വിളിച്ചുണർത്താൻ, അതല്ലേ നമ്മൾ പുരുഷന്മാര്. പക്ഷെ അതല്ല ചെയ്തത്. ഇത് ശ്രദ്ധിക്കാം. അതേ നേരെ കുട്ടികൾ കിടക്കുന്ന ബെഡ്റൂം 3 പേര് ഒരുമിച്ച് അങ്ങോട്ട് പോയി മക്കളെ 3 പേരും വിളിച്ചുണർത്തി. ഭാര്യയോട് വിളിക്കാനല്ല പറഞ്ഞത്. വിളിച്ച് 3 പേരെ കൊണ്ട് നേരെ പോയത് ബാത്റൂമിലേക്കാണ്. 4 ബ്രഷ് എടുത്തു, 4ലും പേസ്റ്റ് തേച്ചു. ഒരെണ്ണം അയാളെടുത്തു, 3 മക്കൾക്ക് കൊടുത്തു, ഒരുമിച്ച് പല്ല് തേച്ചു. ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ഇപ്പൊ തീരുമാനിച്ചോളാം. ഇല്ലല്ലോ, മേലാൽ ചെയ്യാമോ നോക്കുക. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും 4 കട്ടൻ കാപ്പി, കോഫി. അതിന് മുമ്പ് ഇപ്പൊ പല്ല് തേച്ച ശേഷം കട്ടൻ കാപ്പി കുടിച്ചാൽ അത് ബെഡ് കോഫി, അല്ലാതെ കുടിച്ചാൽ ബാഡ് കോഫി. പിടി കിട്ടിയോ? വാ കഴുകാതെ കുടിച്ചാൽ അതിന് വരുന്ന കുട്ടി. ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ അന്വേഷിക്കാൻ ഞാൻ വരും. മാഷൻകുട്ടി നോക്കിക്കോ. ബാഡ് കോഫി കേട്ടില്ലേ? ചെയ്യൂലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, കാപ്പി കുടിച്ചു ഇല്ലേ? അടുത്തത് എന്താ ചെയ്തെന്നറിയോ? വീണ്ടും അദ്ദേഹം അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് എണ്ണക്കുപ്പി എടുത്തു, വെളിച്ചെണ്ണക്കുപ്പി. 3 മക്കളെ വിളിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ എണ്ണ ഒഴിച്ചു, നല്ലോണം തേച്ച് 3 മക്കൾക്കും തേച്ചു കൊടുത്തു. അയാളും തേച്ചു. നേരെ 3 മക്കളെ കൂട്ടി ബാത്റൂമിലേക്ക് കയറി. എന്നിട്ട് 3 മക്കളെ തേച്ചു കുളിപ്പിച്ചു. അങ്ങനെ ഈ 9ലും 8ലും 6ലും ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികളെ തേച്ചു കുളിപ്പിക്കുന്ന അച്ഛന്മാരുടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കൂല, ആരുമില്ല. ശരിയല്ലേ? അത് നമ്മുടെ ഒരു പോരായികയാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു കാലത്തും നമ്മളെ അവൻ വൃദ്ധസ്ഥാനത്തിലാക്കൂല. അവൻ പാടിയാൻ എവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഓടി വന്നിട്ട് പാടും. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ശരിയല്ലേ?
അപ്പൊ അങ്ങനെ ഒരു അച്ഛനാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നോട്ട് ശ്രമിക്കേണ്ടത്. അപ്പൊ ഇവിടെ കുട്ടികൾ ഇവിടെ ഇരിപ്പട്ടെ, അവരിന്ന് നാളെ ചെയ്യണ്ട, അവർക്ക് മനസ്സിലായി പറഞ്ഞു കേട്ടിട്ട് പ്രശ്നം എടുത്ത് വരണമെന്ന്. അത് വേണ്ട. ഏതായാലും ഈ പല്ല് തേച്ച് കഴിഞ്ഞ് അത് കുളിപ്പീരും കഴിഞ്ഞ് വന്നു. എന്നിട്ട് ചൂണ്ടിക്കാണിച്ചതാ, ആ മേശ നിനക്ക്, ഇത് നിനക്ക് 3 മേശയും കസേര കാണിച്ചു കൊടുത്തു. പുസ്തകം എടുക്കാൻ പറഞ്ഞു, ഇന്നത്തെ ടൈം ടേബിൾ എടുക്കാൻ പറഞ്ഞു, വായിച്ചോളാൻ പറഞ്ഞു. എഴുതാനും വായിക്കാനുണ്ട്. 8:30 മണി വരെ തിരിഞ്ഞു നോക്കാതെ ഇരുന്ന് പഠിച്ചോണം. ഞാനിവിടെ ഇരിക്കുക, ഞാൻ അടുത്ത ചായപ്പടി പോവല്ല, കേട്ടല്ലോ. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, ചൂരൻ കയ്യിലുണ്ട്. ഇനി തിരിഞ്ഞു നോക്കാൻ തല്ലും. അങ്ങനെ 3 പേരും അവിടെ ഇരുന്ന് 8:30 മണി വരെ പഠിക്കുന്നു. 8:30 മണിയാകുമ്പോഴത്തേക്കും അമ്മ ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു. ഞാൻ സ്പീഡ് കൂട്ടി. അപ്പോഴത്തേക്കും 3 മക്കളും പോയിട്ട് അച്ഛനും കൂടെ കഴിക്കുന്നു. അമ്മയ്ക്ക് സമയമില്ല. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും ഇസ്തിരി ഇട്ട് മടക്കി വെച്ച ഡ്രസ്സ്, കേട്ടല്ലോ, കേട്ടോ, ഓടിച്ചെന്ന് വലിച്ചെടുക്കുന്നതല്ല കേട്ടോ, ഇസ്തിരി ഇട്ട് മനോഹരമായി സൂക്ഷിച്ചു വെച്ച ഡ്രസ്സ് അതെടുത്തിട്ടിട്ട് ബാഗൊക്കെ എടുത്ത് പുറത്തിറങ്ങി. എന്നിട്ട് നമ്മുടെ വീട്ടിലേതുപോലെ കുട്ടികൾ ഷൂസ് തിരഞ്ഞ് ഓടുന്നില്ല കേട്ടോ. ആ ഷൂസ് കണ്ടായിരുന്നോ? സോക്സ് ഇല്ല. അമ്മ എന്റെ ഓടുന്നുണ്ടോ? ഓടി നടന്ന് അവസാനം ഷൂസ് കിട്ടി, സോക്സ് കാണുന്നില്ല. ഓടുകയും കിട്ടി. അപ്പത്തേക്ക് ബസ് പോയി. ഇനിയിപ്പോ എന്താ? അപ്പൊ ഭാര്യ പറഞ്ഞു, ഭർത്താവ് നിങ്ങളൊരു ആ സ്കൂട്ടർ എടുത്ത് വേഗം പോയാൽ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറ്റി വിടാം. അപ്പൊ ഭർത്താവ് ഓടി നടന്നിട്ട് ചാവി കാണുന്നില്ല, സ്കൂട്ടറിന്റെ ചാവി കാണുന്നില്ല. ഇങ്ങനത്തെ വീട്ടുകാരൊക്കെ കൈപൊക്കിക്കേ. പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇവിടുന്ന് വെറുതെ ചോദിക്കല്ല. ഇങ്ങനെയുള്ള നമ്മൾ കൊച്ചു എന്താ പറയാ അശ്രദ്ധകൾ പരിഹരിക്കാൻ ഇപ്പൊ തീരുമാനിക്കുന്നോ ഇല്ലയോ? വേണ്ടേ? നമ്മൾ രക്ഷപ്പെട്ടു അത്രേ ഉള്ളൂ. നിസ്സാരമല്ല കാര്യം. അങ്ങനെയെല്ലാം മാറണം നമ്മൾ. അപ്പോഴല്ലേ മക്കൾ അത് കണ്ടുപഠിക്കും. അപ്പൊ എന്താ ഈ കുട്ടികളെ അങ്ങനെ നേരെ ബസ് വന്നു, 2 പേരും കയറ്റി വിടുന്നു. വണ്ടി വന്ന് അപ്പൊ എല്ലാവരും കുട്ടികളെ നോക്കുന്നു. കാരണം നല്ല പഠിച്ചു പോകുന്ന കുട്ടികളുടെ മുഖം കണ്ടറിയോ? പഠിത്തത്തിന് പിന്നിലാണ് ക്ലാസ്സിന്റെ ബാക്കിൽ ഇരിക്കുന്നത് പറഞ്ഞെങ്കിൽ നല്ലോണം കാണുന്നില്ല എന്നാണ്. ഏത് എഴുതിയെടുക്കാൻ അറിയാത്തോണ്ടാണ്. അപ്പൊ പ്രസന്നമായ മുഖമായിട്ട് വണ്ടി കയറി അങ്ങനെ പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാൻ കോഴിക്കോട്ട് പോവാണ് പതിവ് പോലെ. ഞാൻ വരുന്നത് രാത്രി 9 മണിക്ക്. അതൊക്കെ അറിയില്ല. കുട്ടികൾ 5 മണിക്ക് വരും. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, കുട്ടികളെ 5 മണിക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുത്ത ശേഷം 1 മണിക്കൂർ കളിക്കാൻ അനുവദിക്കണം. അത് ഈ വീടിന്റെ ചുറ്റുമതിൽ പുറത്തു പോയാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പുറത്തു പോയാൽ അടി നിരക്ക് കിട്ടും. ഇല്ല, ഞാൻ വിടൂല. 6 മണിയാകുമ്പോൾ കുട്ടികളെ വിളിക്കണം, കുളിപ്പിക്കണം, ഗുരുവിന്റെ ഫോട്ടോ വെച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം 3 മേശയും കസേരയും കാണിച്ചു കൊടുക്കണം. ഞാൻ വരുന്നത് വരെ കുട്ടികൾ പഠിച്ചിരിക്കണം, അതിന് മാറ്റം ഉണ്ടാവരുത്. ഞാൻ ഏറ്റു. അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പോയി. ഇയാള് രാത്രിയിൽ വരും, ഏതാണ്ട് 9 മണിക്ക് വരും. കയ്യിൽ മുട്ടായിക്ക് ഉണ്ടാവും, കുട്ടികൾ കൊടുക്കും, പഠിച്ചെന്താണെന്ന് ചോദിക്കും. എന്നശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1/2 മണിക്കൂർ അവരുടെ ഒരു ചർച്ചയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ കൃത്യമായി നിർദ്ദേശം തന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏറ്റവും വൃദ്ധയായിട്ടുള്ള വല്യമ്മ മുതലേ വല്യച്ഛൻ തൊട്ട് ഏറ്റവും സംസാരിക്കാറായ കുട്ടികൾ വരെയുള്ളവർ ഒരുമിച്ചിരുന്ന് ഒരു നേരം 10 മിനിറ്റെങ്കിലും സംഭാഷണം നടത്തിയിരിക്കണം ഒരു വീട്ടിൽ. അത് നടക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും പരസ്പരം അറിയാതെ പോകുന്നത്, കുഴമ്പ് തീർന്നത്, ബ്ലൗസ് കീറിയത്, എല്ലാം ഉണ്ടല്ലോ, മരുന്നിന്റെ എല്ലാം. മനസ്സിലായോ? സ്കൂളിൽ നടന്നല്ല. ഇത് ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ നടപ്പിലാക്കണം. എങ്ങനെയെങ്കിലും സമയം കണ്ടുപിടിച്ച് രക്ഷപ്പെടണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. വേണ്ട എനിക്കെന്താ, സമ്മതിച്ചോ? ഇത് ഇതാണ് സനാതന ധർമ്മം. അങ്ങനെ അദ്ദേഹം 1/2 മണിക്കൂർ സംസാരിക്കും. കാര്യങ്ങളെല്ലാം കുട്ടി സ്കൂളിൽ നടന്ന കാര്യം, പഠിപ്പിച്ച കാര്യം, ടീച്ചർ ചീത്ത പറഞ്ഞത്, വഴിക്ക് കണ്ടത്, അവരെല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞു. വീണ്ടും പഠിച്ചോളാൻ പറയും. എന്നിട്ട് 10 മണി 10:30 ആകുന്നത് വരെ പഠിക്കും. എന്നിട്ട് പറയും, മക്കളെ നിങ്ങൾ TV കാണണമെങ്കിൽ മുകളിലേക്ക് വരാൻ പറയും. അവിടെ പോയി TV കാണും. ഇങ്ങനെ കുട്ടികൾ ക്ലാസ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് TV കാണുന്നത് 10 മണി 10:30 ആയി, 11 12 പിന്നെ കുട്ടികൾക്ക് TV കാണണമെന്ന് തന്നെ ഇല്ലാണ്ടായി. പിന്നെ അവർ വിശേഷ ദിവസങ്ങളിൽ പോലും എവിടെയും പോകുന്നില്ല. നല്ല പോകണം, പഠിക്കാൻ. അങ്ങനെ പഠിച്ച് ഉയരങ്ങളിലേക്ക് പോയി അവസാനം എന്ത് സംഭവിച്ചു പറയാം? ഒരു ദിവസം രാവിലെ എനിക്കൊരു ഫോൺ വന്നു. മാഷങ്കളെ തന്നെ വിളിക്കുന്നു, മൂത്ത മകൻ വിളിച്ചിട്ട് പറഞ്ഞു, മാഷങ്കളെ ഞാൻ MBBS പാസ്സായി എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് എക്ലെയർ എന്ന് പറയുന്ന സ്ഥാനമല്ലോ, മുട്ടായിലത് ഒരു പാക്കറ്റുമായി കൊണ്ടുതന്നത്, അതിന്റെ മധുരം ഇപ്പോഴും എന്റെ നാവിലുണ്ട്. പിന്നെ ആ കുട്ടി അത് വേറെ കല്യാണം കഴിച്ചൊരു സ്ഥാപനമൊക്കെ ആയിട്ട് ആശുപത്രിയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. രണ്ടാമത്തെ അന്നത്തെ 9ാം ക്ലാസ്സുകാരനായി പറയുന്നത്. 6ാം ക്ലാസ്സുകാരൻ അതിനുശേഷം MDS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതില്ലേ BDSന്റെ PG എടുത്തിട്ട് KMCT മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. സ്വന്തമായ ആശുപത്രി ഉണ്ട്. വൈഫ് പിന്നെ MBBS കഴിഞ്ഞ് MD എടുത്തു. MD കാര്യമാണ് നമ്മുടെ ആളെ പിന്നെ പറഞ്ഞതാണ്. ഇളയ മോൻ അന്നത്തെ 3ാം ക്ലാസ്സുകാരൻ എഞ്ചിനീയറിംഗിന് NITയിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി. NITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് എടുത്ത ശേഷം മുക്കത്ത് ഗംഭീരമായ ഇന്റർനാഷണൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കമ്പനികളുമായി കൊളാബറേഷൻ നടത്തിയിട്ട് ഒരു 10-25 പേർക്ക് പണിയും കൊടുത്ത് ഗംഭീരമായി നടത്തുന്നുണ്ട് ദിയാ ഗോൾഡിന്റെ അടുത്ത്. അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചത്, അന്ന് പറഞ്ഞ 9ാം ക്ലാസ്സുകാരനും 6ാം ക്ലാസ്സുകാരനും 3ാം ക്ലാസ്സുകാരനും ഇപ്പൊ ആരാന്നറിയാമോ? നേരത്തെ ഈ പറഞ്ഞ ഭരതനും ഭാരതി ആരായിരുന്നു? അവർ ഭരതന്റെയും ഭാരതിയുടെ മക്കളായിരുന്നു. ഇപ്പൊ അച്ഛനും അമ്മ ആരാണ്? ഡോക്ടർ എഞ്ചിനീയറുടെ അച്ഛനും അമ്മയാണ്. കിട്ടിയോ? ഇനി ഒരു ചോദ്യം, ഈ പറഞ്ഞ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം സ്കൂൾ മാറിയിട്ടാണോ? പാഠപുസ്തകം മാറിയോ? അധ്യാപകർ മാറിയോ? എന്താണ് മാറിയത്? രക്ഷിതാക്കൾ മാത്രം. അപ്പൊ രക്ഷിതാക്കൾ വിചാരിച്ചാൽ ഈ മക്കൾക്ക് ഉയരങ്ങളിലെത്താൻ, അവരുടെ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പല്ലേ?
അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദ്യം ഇവരോട് ചോദിച്ച പോലെ ചോദിക്കുന്നു, നല്ല രക്ഷിതാവായി അവരുടെ പിന്നിൽ അണിനിരക്കാത്ത, അവർക്ക് സപ്പോർട്ട് കൊടുക്കാത്ത രക്ഷിതാക്കൾ ചെയ്യുന്നത് മഹാദ്രോഹമല്ലേ? മിണ്ടുന്നില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്, കുറ്റബോധം കൊണ്ടാണ് തല കുറിച്ചിരിക്കുന്നത്. സത്യമാണ് ഞാൻ പറഞ്ഞത്, അത് പറയും, ഒച്ചത്തിൽ പറയും. സത്യമല്ലേ? ഞാൻ നിങ്ങളോട് വേണം ഉദാഹരണം പറയാം. ഞാൻ കുട്ടിക്കാലത്ത് ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് വിവരമുണ്ടോ? എനിക്കപ്പോൾ തീരെ വിവരമില്ല, ഉറപ്പല്ലേ? അപ്പൊ എനിക്ക് നമ്മൾ ഇത്ര പൊക്കമുള്ളൂ. അന്ന് ചെറിയ കുട്ടി 10ാം ക്ലാസ്സിലാകുമ്പോൾ തന്നെ പകുതി പൊക്കമുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഞാനൊക്കെ അടുത്ത ഈ വോളിബോൾ കളിക്കുന്ന സ്ഥലമാണ്, ഫുട്ബോളല്ല. ഈ വോളിബോൾ കളിക്കുന്നിടത്ത് പോയി ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ഇടയ്ക്ക് പന്ത് പുറത്ത് വരുമ്പോൾ എടുത്തും കിട്ടുകൊടുക്കും, ഭയങ്കര സന്തോഷം. ഇങ്ങനെ കളിക്കാൻ പോകും. പലവട്ടം പറയും പോകരുത്, അടി മേടിക്കുന്നു. നമുക്കറിയില്ലല്ലോ. അച്ഛൻ പോയി കഴിയുമ്പോൾ നമ്മൾ പോകും. അപ്പൊ പുളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവിടെ ഇല്ലേ വാളംപുളിയുടെ വടി കൊണ്ട് വന്നിട്ട് ആൾക്കൂട്ടത്തിൽ പുറകെ നോറ്റടിയാ. എന്റെ അമ്മ അടി കിട്ടിയിട്ടാണോ നിങ്ങൾക്ക്? അത് കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇവർക്ക് അടി കിട്ടൂലല്ലോ. അടി അങ്ങോട്ട് കൊണ്ടിട്ട് തുള്ളിട്ട് വീട്ടിലേക്ക് പാഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നാട് വിട്ടാലോ, അല്ലെ എന്തൊരച്ഛനായത്, എന്തൊരു ദ്രോഹം ചെയ്യുന്നത്, വലിയ വിഷമം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് റബ്ബർ ടാപ്പിംഗ് കിടക്കുമ്പോൾ പുലർച്ചെ കൂട്ടിക്കൊണ്ടുപോയി ചിരട്ടയിലെ വെള്ളം കമത്തി വെക്കാനോ ഒട്ടുവള്ളി കുളിക്കാനോ ഒക്കെ കൂടെ പോകുമ്പോൾ ചെവിയിൽ പറഞ്ഞു തരും, മോനെ നീയും പഠിച്ചിട്ടില്ലെങ്കിൽ അവസാനം എന്നെ പോലെ തന്നെ ഈ കഷ്ടപ്പെടേണ്ടി വരും എന്നൊരു മന്ത്രം പറഞ്ഞു തരുമായിരുന്നു. അത് തിരിച്ചറിയില്ലാത്തത് കൊണ്ട് നല്ല തല്ലും കിട്ടുമായിരുന്നു. അങ്ങനെ തല്ലും കിട്ടി വളർന്നത് കൊണ്ട് അവസാനം കീഴ്ശ്ശേരിയിലെ ശാഖായോഗത്തിന്റെ കുടുംബ സംഗമത്തിലും നിങ്ങൾ എന്നെ വിളിച്ചോ? അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്കങ്ങനെ എന്നെ ശ്രദ്ധിച്ച് അങ്ങനെ തല്ലാനും എന്നെ ശ്രദ്ധിക്കാനും ഒരു അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ, ആ അച്ഛൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിൽ എത്തുമോ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളോട് ഇതിലപ്പുറം തെറ്റ് ചെയ്യാൻ വേറെ ഉണ്ടോ? ശരിയാണോ? ഓക്കെയാണോ? സമ്മതിച്ചോ? അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ടായി അത് നിങ്ങൾ മാറ്റണം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഭരതനും ഭാരതിയും ചെയ്ത പോലെ അല്ല, നമുക്ക് കുട്ടികൾ തല്ലുമൊന്നും അല്ല വേണ്ടത്, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങളുടെ വീടിന്റെ സാഹചര്യം അനുസരിച്ച്, ഞാൻ പറഞ്ഞത് രാവിലെ പഠിക്കുന്നു വൈകുന്നേരം പഠിക്കുന്നു ഒക്കെ പറഞ്ഞു, ദൂരെ ജോലിക്ക് പോകുന്ന ആക്കാണ്, അത് പറ്റുമോ? അപ്പൊ അതെല്ലാം അതുപോലെ വല്യച്ഛനും വല്യമ്മമാരെ ഇട്ടിപ്പെട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു, നമുക്ക് പണിയില്ലല്ലോ. ഇതാ തിരിക്കുന്നത്. അങ്ങനെയല്ല, കൊച്ചുമക്കളില്ലേ, അവരുടെ കൂടെ ഇരുന്ന് ഒഴിവ് കിട്ടുന്ന ഏതെങ്കിലും സമയത്ത് ഒരു ദിവസം 1 മണിക്കൂർ, മുതിർന്ന 8ാം ക്ലാസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് കൂടെ 1 മണിക്കൂറും, അതിന് താഴെയുള്ള കുട്ടികൾക്ക് ദിവസവും മുടങ്ങാതെ 1/2 മണിക്കൂറും അവർക്കൊപ്പം ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 10ഉം 15ഉം വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർന്ന ശമ്പളം, സർക്കാരിലോ പ്രൈവറ്റിലോ അല്ലെ അവർ സ്വന്തമായ സ്ഥാപനം തുടങ്ങിയോ ഇഷ്ടം പോലെ പണം സമ്പാദിച്ച് നിങ്ങളുടെ വീടിന്റെ വിളക്കായി ഐശ്വര്യമായ നാടിന്റെ പുരോഗതിക്ക് താങ്ങായി തണലായി അവർ മാറുമെന്ന് മുദ്രപത്രം കൊണ്ടുവരാൻ ഞാൻ എഴുതരാം. പേപ്പറുണ്ടോ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ ഇല്ലയോ? സമ്മതിച്ചോ? ഇപ്പൊ ഏതാണ്ട് സമയം